നമ്മൾ ഇന്നലെ എടുത്ത ക്വസ്റ്റ്യന്റെ ബാക്കിയായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇന്നലെ പല ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയൂ കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മൾ 5th ക്വസ്റ്റ്യൻ വരെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ അവസാനമായിട്ട് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെ? അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആൻസർ പറയാവോ? ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് വൺസ് അല്ലേ? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് എ പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു ദി ആക്സിലറേറ്റഡ് മോഡൽ ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ചേഞ്ച് ഇൻ GNP. ബി പറയുന്നത് ദ റിയൽ റേറ്റ് ഈസ് ദ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലസ് ദി ഇൻഫ്ലേഷൻ. ആൻഡ് സി ദ ഹയർ ദി റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ദ ഹയർ ദ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആൻഡ് ഡി പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ആൻഡ് ഇ പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് എ ഫ്ലോ കോൺസെപ്റ്റ്. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? നിങ്ങൾ ഏത് ഓപ്ഷനിലാണ് നിൽക്കുന്നത്? എനിക്ക് ചാറ്റ് കാണാൻ പറ്റില്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുമോ? ആരെങ്കിലും? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ഓപ്ഷൻസും നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഓപ്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഓരോ ഓപ്ഷൻസും എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? നമ്മുടെ ആക്സിലറേറ്റർ മോഡലിനെ കുറിച്ചിട്ടാണ് അല്ലെ? നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്ലറിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. മൾട്ടിപ്ലർ കണ്ടുപിടിച്ചിട്ടുള്ള ആരാണ്? മൾട്ടിപ്ലർ കണ്ടുപിടിച്ചിട്ടുള്ളത് FA ഖാനാണ് കേട്ടോ. എന്നാൽ അത് എന്ത് ചെയ്യാണ്, ബോറോ ചെയ്യാണ് JM കെയ്ൻസ് ചെയ്തിട്ടുള്ളത്. FA ഖാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മൾട്ടിപ്ലയർ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറിലാണ് അദ്ദേഹം മൾട്ടിപ്ലയറിനെ കുറിച്ചിട്ട് പറയുന്നത്. പിന്നീട് JM കെയ്ൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മൾട്ടിപ്ലയർ എന്ത് ചെയ്യുന്നത്? ബോറോ ചെയ്യുന്നത്. അദ്ദേഹം എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയറിൽ നിന്ന് എന്ത് ചെയ്തു? അത് ഇൻകം മൾട്ടിപ്ലയറിലേക്കും ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിലേക്കും അദ്ദേഹം അത് യൂസ് ചെയ്തു. അപ്പൊ JM കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ എന്താണ് മൾട്ടിപ്ലയറിൽ നമ്മൾ പറയുന്നത്? ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു JM കെയ്ൻസ് പറഞ്ഞിട്ടുണ്ടായത്? എന്തായിരുന്നു? ഡെൽറ്റ വൈ ബൈ എന്തായിരുന്നു? ഡെൽറ്റ ഐ ആയിരുന്നു അല്ലെ? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ കൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സ്മോളർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഇൻകത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും? ഒരു മൾട്ടിപ്പിൾ എമൗണ്ട് ചേഞ്ച് ഉണ്ടാവും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ JM കെയ്ൻസ് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഗവൺമെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കിട്ടുന്ന സമയത്ത് ആ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും എന്ത് വർക്കിംഗ് ആവുന്നുണ്ടാവുക? മൾട്ടിപ്ലയർ വർക്കിംഗ് ആവുന്നുണ്ടാവുക. അതുകൊണ്ടാണ് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷനിൽ നമ്മൾ MPC യൂസ് ചെയ്യാൻ കാരണം. MPC എന്താണ്? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് അല്ലെ? അഡീഷണൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം അഡീഷണലി സ്പെൻഡ് ചെയ്യുന്നു, ഇതിനാണ് നമ്മൾ MPC എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, MPC എന്തായിരിക്കണം മൾട്ടിപ്ലയർ വർക്ക് ചെയ്യണമെങ്കിൽ? MPC ഷുഡ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം? 0 ആയിരിക്കണം, 0നേക്കാൾ കൂടുതലായിരിക്കണം. ഇനി MPC എന്താണ്? 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലെ, മൾട്ടിപ്ലയറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. കാരണം എന്താണ്? നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻകം നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലയർ എഫക്ട് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റ് ലെവലായിട്ട് മാറും. ഇനി MPC എന്താണ്? 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ മൾട്ടിപ്ലയറിന്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, അത് സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ എല്ലാവരുടെ കയ്യിൽ 100 കോടി രൂപ ഈക്വലി കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്? വീട്ടിൽ ജസ്റ്റ് ഒന്ന് അലമാരയിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിത് സ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് സ്പെൻഡ് ചെയ്യാത്തോളം കാലം എന്തായിരിക്കും? നമ്മുടെ ഇൻകം എത്രയായിരിക്കും? 100 കോടി രൂപ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്ലയറിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 × 100 അല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മൾട്ടിപ്ലയർ ആക്ച്വലി വർക്കിംഗ് ആവണമെങ്കിൽ നമ്മുടെ MPCയുടെ വാല്യൂ എന്തായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയേക്കാം. ഇനി മൾട്ടിപ്ലയറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? നമ്മുടെ എന്ത് പറയുന്നത്? ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ആക്സലറേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് JB ക്ലർക്ക് ആണ് കേട്ടോ. JB ക്ലർക്ക് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആക്സലറേഷൻ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ യിൽ എടുത്തിട്ടുള്ളത്. അതിന് പകരം അദ്ദേഹം എടുത്തിട്ടുള്ളതാണ് എന്ത്? ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞത്. ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ വൈ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ JB
ക്ലർക്ക് എടുത്തിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നത് അത്രേ ഉള്ളൂ, ആദ്യം ഇൻവെസ്റ്റ്മെന്റ് അല്ല ഉണ്ടാവുന്നത്, മറിച്ച് ആദ്യം നമ്മുടെ ഇൻകത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാവും, പിന്നീടായിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻവെസ്റ്റ്മെന്റിൽ ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് JB ക്ലർക്ക് പറയുന്നത്. എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദി മൾട്ടിപ്ലയർ അല്ലെ. മൾട്ടിപ്ലയർ പറയുന്നത് ആദ്യം ഇൻവെസ്റ്റ്മെന്റിലാണ് ചേഞ്ച് ഉണ്ടാവുക, പിന്നാണ് അത് ഇൻകത്തിലേക്ക് നയിക്കുക. എന്നാൽ JB ക്ലർക്ക് പറയുന്നതോ ആദ്യം ഇൻകത്തിലാണ് ചേഞ്ച് ഉണ്ടാവുക, പിന്നീടാണ് അതിന് കാരണമാവുക നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടാവുക. ഇപ്പൊ ഇതിന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു രീതിയിലും കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ സി എന്ന് പറഞ്ഞാലും എന്താണ്, ആക്സലറേഷൻ ആണ് കേട്ടോ. കാരണം എന്താണ്, ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. കൺസ്യൂം ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന് എന്ത് വേണം, കൂടുതൽ എക്യുപ്മെന്റ്സ് വേണം, ക്യാപിറ്റൽ വേണം അല്ലെ. അപ്പൊ കൂടുതലായിട്ട് പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇൻകം ചേഞ്ച് വരുമ്പോഴും നമ്മുടെ കൺസംഷന്റെ ചേഞ്ച് വരുമ്പോൾ അത് എന്തിന് കാരണമാകുന്നു, മൾട്ടിപ്പിൾ എമൗണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻക്രിമെന്റ് ഉണ്ടാവാൻ വേണ്ടി കാരണമാവുന്നത്. ഇതിനാണ് നമ്മൾ ആക്സലറേഷൻ മോഡൽ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം എന്താ, ആക്സലറേഷൻ മോഡൽ എന്താ പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഈസ് പ്രൊപ്പോർഷൻ ടു ചേഞ്ച് ഇൻ ദി GNP. GNP എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ നാഷണൽ ഇൻകം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നാഷണൽ ഇൻകം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളതല്ലേ ആക്സലറേഷൻ മോഡൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. ഇനി എങ്ങനെയാണ് ആക്സലറേഷൻ വർക്കിംഗ് ആവുന്നത്, സിമ്പിൾ ആണ്. കാരണം എന്താണ്, ആളുകളുടെ കയ്യിൽ ഒരുപാട് ഇൻകം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരുടെ ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലെ. അവർ കൂടുതലായിട്ടുള്ള ഗുഡ്സ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഫേംസിന് എന്ത് വേണം, കൂടുതൽ ക്യാപിറ്റൽ വേണം. കൂടുതൽ ക്യാപിറ്റൽ വേണമെങ്കിൽ കൂടുതൽ മെഷീൻസ് വേണം, എക്യുപ്മെന്റ്സ് വേണം, ഫാക്ടറീസ് വേണം അല്ലെ. അപ്പൊ ഇത് എന്തിന് കാരണമാവുന്നത്, ഇത് ഇൻവെസ്റ്റ്മെന്റിന് കാരണമാവുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഇൻകം എന്തിന് കാരണമാവുന്നത്, ഇൻവെസ്റ്റ്മെന്റിന് കാരണമാവുന്നത്. അതായത് ഇൻക്രീസ് ഇൻ ദി ഇൻകം ഓർ ഡിമാൻഡ് എന്തിന് കാരണമാവുന്നു, ഇൻക്രീസ് ഇൻ ദി ഇൻവെസ്റ്റ്മെന്റിന് കാരണമാവുന്നത്. ഇതിനൊരു ഇക്വേഷൻ ആണ്, അതായത് ആക്സലറേഷൻ മോഡലിൽ ഒരു ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമുക്കറിയാം, നമുക്ക് ആക്സലറേഷൻ എന്ന് പറഞ്ഞത് 3 കിട്ടിയിട്ടുണ്ട്. മൾട്ടിപ്ലയറിൽ നമ്മൾ സൂചിപ്പിക്കുന്നത് K വെച്ചിട്ടാണെങ്കിൽ ആക്സലറേഷൻ നമ്മൾ പറയുന്നുണ്ടാവുക സ്മോൾ ലെറ്റർ B ആയിരിക്കും കേട്ടോ. അപ്പൊ ആക്സലറേഷന്റെ വാല്യൂ നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മളുടെ ഇൻകത്തിൽ ഒരു 100 കോടി ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 300 കോടി ചേഞ്ച് വരും. ഇനിയിപ്പം ആക്സലറേഷന്റെ വാല്യൂ എന്താണ്, 6 ആണെന്ന് വിചാരിക്കാം. 6 ആണെങ്കിൽ എന്തായിരിക്കും, ഇപ്പൊ 100ന്റെ എന്തായിരിക്കും, 6 മടങ്ങായിരിക്കും. ഇപ്പൊ 100 കോടി ഇൻകത്തിൽ ചേഞ്ച് വരുമ്പോൾ എത്രയായിരിക്കും, 600 കോടി ആയിരിക്കും നമ്മളുടെ എന്തിൽ മാറ്റം വരുന്നുണ്ടാവുക, ഇൻകത്തിൽ മാറ്റം ഉണ്ടാവുക. അപ്പൊ ഈ ഒരു എന്താണ്, മൾട്ടിപ്ലൈന്റെ സെയിം കോൺസെപ്റ്റ് തന്നെ, പക്ഷെ അതിന്റെ എന്തായിരിക്കും, നമ്മുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് പറയുന്നത് എന്നുള്ളൂ കേട്ടോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാം, ഇതിന്റെ നമ്മുടെ മൾട്ടിപ്ലയറും അതുപോലെ തന്നെ ആക്സലറേഷനും ഒരുമിച്ചാണ് ആര് ഉപയോഗിച്ചിട്ടുള്ളത്, സാമുവൽസൺ ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇതിനെ സൂപ്പർ മൾട്ടിപ്ലയർ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതായത് ഈ 2 ഫാക്ടേഴ്സും കൂടെ ഒരുമിച്ച് ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ സാമുവൽസൺ ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ സൂപ്പർ മൾട്ടിപ്ലയർ എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ് കേട്ടോ. ഇത് ഓക്കെ ആണോ, ഈ ഒരു ഓപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണോ ഇനി? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ. എവിടെ എല്ലാരും പോയോ, ബ്രേക്ക് ആയോ നീ? ഓക്കെ ആണോ, ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് ഇനി ഓഫ് ചെയ്യേണ്ടി വരും, അതുകൊണ്ടാട്ടോ. ഓക്കെ ആണോ, ഓക്കെയാണ്. ചാറ്റ് ബോക്സിൽ ഇടോ. ഓക്കെ ആണോ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാലോ. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത്, ദ റിയൽ റേറ്റ് ഈസ് ദ നോമിനൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലസ് എന്തായിരിക്കും ഇൻഫ്ലേഷൻ ആയിട്ട്. അതായത് നമുക്ക് റിയൽ റേറ്റ് കിട്ടണമെങ്കിൽ ഈ ഓപ്ഷനിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നോമിനൽ റേറ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാണെങ്കിൽ ഇൻഫ്ലേഷൻ കൂട്ടാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, റിയൽ റേറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. അതായത് നമുക്ക് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻഫ്ലേഷൻ കുറയ്ക്കാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പ്ലസ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പ്ലസ് എന്താണ്, റോങ് ഓപ്ഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റിയൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നോമിനലി ഹാപ്പൻ ആയിട്ടുള്ള ഒരു ഫാക്ടറിൽ നിന്ന് നമ്മൾ ഇൻഫ്ലേഷനെ കുറയ്ക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നോമിനൽ വേജും റിയൽ വേജും നമ്മൾ പഠിക്കുന്നില്ലേ, അതെന്താണ് ആക്ച്വലി, നമ്മൾ റിയൽ വേജിൽ എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ ഇൻകോപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അതായത് ഇൻഫ്ലേഷൻ വന്നിട്ടുള്ള മാറ്റം അനുസരിച്ചിട്ടാണ് നമ്മൾ റിയൽ വേജ് പറയുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നോമിനൽ റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ
എന്ത് കിട്ടും? റിയൽ റേറ്റ് കിട്ടും. അപ്പം റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് നമ്മൾ ഇൻഫ്ലേഷൻ കുറയ്ക്കുകയാണെങ്കിൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ഇനി എന്താണ്? റിയൽ വേജ് റേറ്റ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ നോമിനൽ വേജ് റേറ്റിൽ നിന്ന് നമ്മൾ ഇൻഫ്ലേഷൻ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് റിയൽ വേജ് റേറ്റ് കിട്ടും. അപ്പൊ പ്ലസ് അല്ല വരാം, മൈനസ് ആണ് വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഇതിൽ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ഇൻകറക്റ്റ് ആണ്. അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്താണ് എന്ത്? ദ ഹയർ ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ദ ഹയർ ദ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കേട്ടോ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹയർ ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ദ ഹയർ ദ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു ടേം എന്താ വെച്ചാൽ എന്താണ് ഈ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ് അല്ലെ. റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ സിമ്പിൾ ആണ്. ഒരു ക്യാപിറ്റൽ റൺ ചെയ്യാൻ നമുക്ക് ആവശ്യമാവുന്ന കോസ്റ്റ്, അതിനെയാണ് നമ്മൾ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം? റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ എക്സ്പെൻസ് ആവും അല്ലെ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കാറുണ്ട്. ഒന്നിക്കൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഫേം റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഒരുപാട് മെഷീൻസ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ എനിക്ക് മെഷീൻസ് ഉണ്ടാവുന്ന സമയത്ത് ആ മെഷീൻ ഇപ്പൊ എന്റെ സ്വന്തം മെഷീൻസ് ആണെങ്കിലും ഞാൻ സ്വന്തം എന്താണ് ബിൽഡ് ചെയ്തിട്ടൊരു മെഷീൻ ആണെങ്കിൽ ആ മെഷീൻ റൺ ചെയ്യണതിന് എനിക്കൊരു കോസ്റ്റ് ഉണ്ട്. അതിന്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ചിലപ്പോൾ ആ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും ആ ഒരു മെഷീൻ ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ബാങ്കിലുള്ളവർക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെ. അപ്പൊ ശരിക്കും ആ മെഷീൻ റൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പുറത്തൊരു കോസ്റ്റ് ആവുന്നുണ്ടല്ലേ, കാരണം ഞാൻ ലോൺ എടുത്തിട്ടാണ് ആ മെഷീൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ലോണിന്റെ മുകളിൽ ഞാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ മെയിൻ്റനൻസ് എക്സ്പെൻസ് ആണെങ്കിലും അതിൽ ഡിപ്രിസിയേഷൻ സംഭവിക്കാം അല്ലെ. എപ്പോഴും എല്ലാ മെഷീനും ഒരേപോലെ വർക്ക് ചെയ്യില്ല. കൊല്ലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അതിന് തേയ്മാനം സംഭവിക്കാം. അതിന് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ ഈ കോസ്റ്റ് ഒക്കെ ഞാൻ നോക്കേണ്ടതുണ്ട് അല്ലെ. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാം? റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒന്നിക്കൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ നമ്മുടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാണെങ്കിൽ നമ്മുടെ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ റൺ ചെയ്യാനുള്ള നമ്മുടെ കോസ്റ്റ് കൂടുന്ന പറയുന്നത്. അത് ശരിയല്ലേ? കാരണം എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ എക്സ്പെൻസീവ് ആവും നമ്മൾ ലോൺ എടുക്കുന്നതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ക്യാപിറ്റൽ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ പറയൂലേ, ഇപ്പുറത്ത് ഞാൻ ഒരു ക്യാപിറ്റൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഞാൻ ഒരു വലിയൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് ഈ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്? വാങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് പറയാം? ഇപ്പുറത്തെ ഒരു ക്യാപിറ്റൽ റൺ ചെയ്യണമെങ്കിൽ അപ്പുറത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മാസാമാസം ഞാൻ അടയ്ക്കുന്നുണ്ട്. അപ്പൊ എന്ത് പറയാം? നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലാണ്. കാരണം എന്താണ്? ഈ ക്യാപിറ്റൽ വാങ്ങാൻ വേണ്ടി ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോണിന്റെ മുകളിൽ മാസാമാസം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു റെന്റൽ കോസ്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാരണം ആ ക്യാപിറ്റൽ റൺ ചെയ്യുന്നതിന്റെ കോസ്റ്റ് കൂടുതലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിൽ സി എന്ന് പറയുന്നതിന്റെ ഓപ്ഷൻ എന്താണ്? കറക്റ്റാ. ഓക്കെ. അപ്പൊ എന്താണ് റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് നോക്കാം. ദ ടോട്ടൽ ഇക്കണോമിക് കോസ്റ്റ് ഓഫ് യൂസിങ് എ ക്യാപിറ്റൽ ഇൻ പ്രൊഡക്ഷൻ. അതായത് ഒരു ക്യാപിറ്റൽ നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം കോസ്റ്റ് ആവുന്നുണ്ട്. ഇതിനാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുന്നത്? റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആ ക്യാപിറ്റൽ വാങ്ങാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിന്റെ മുകളിൽ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. അതെന്താണ്? ഒരു കോസ്റ്റ് ആണ്. അതിന് ഡിപ്രിസിയേഷൻ സംഭവിക്കാം. അതിന്റെ ഒരു മെയിൻ്റനൻസ് എക്സ്പെൻസ് ഉണ്ടാവാം അല്ലെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രൈസിൽ ചേഞ്ചസ് വരുന്നുണ്ടാവാം. ടാക്സസ് നമ്മളത് റൺ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫേം റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടി വരില്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്യാപിറ്റൽ റൺ ചെയ്യുന്ന സമയത്ത് ഒരു ഫേമിന്റെ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യണം? അയാൾ അനുഭവിക്കുന്ന കോസ്റ്റുകളാണല്ലോ. ഇതിനാണ് നമ്മൾ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് കാണാനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് എന്തായിരിക്കും? ഡിപ്രിസിയേഷൻ ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ പ്രൈസ് കൊണ്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും റിയൽ ഇൻട്രസ്റ്റ് റേറ്റും ഡിപ്രിസിയേഷനും വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയാറുള്ളത്. അതായത് മെജോറിറ്റി ഓഫ് റെഫറൻസിൽ നമുക്ക് ഇതാണ് കാണാൻ പറ്റുക. അതായത് ഇൻട്രസ്റ്റ് റേറ്റും ഡിപ്രിസിയേഷൻ എപ്പോഴും എന്തിൽ ഉണ്ടാവും? നമ്മുടെ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ ഇക്വേഷനിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പൊ വെൻ ദ റിയൽ ഇൻട്രസ്റ്റ് റേറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാണെങ്കിൽ എന്താ സംഭവിക്കുക? റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. എങ്ങനെയായിരിക്കും? കോസ്റ്റ് ഓഫ് യൂസിങ് ക്യാപിറ്റൽ റൈസ് അല്ലെ. ആ ക്യാപിറ്റൽ യൂസ് ചെയ്യാതെ നമ്മുടെ കോസ്റ്റ് റൈസ് ആവും. ഫേം ഫൈൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ് മോർ എക്സ്പെൻസീവ്. നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കൂടുതലാണെങ്കിൽ വലിയൊരു എക്സ്പെൻസീവായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ലോൺ എടുക്കുന്നുണ്ടാവുക അല്ലെ. അതുപോലെ തന്നെ ദെയർഫോർ എ ഹയർ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇംപ്ലൈഡ് എ ഹയർ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമുക്ക് എന്ത് പറയാം? ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ഒരു ഹയർ എന്തായിരിക്കും? റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ഈ ഒരു ഓപ്ഷൻ ഓക്കെയാണോ മക്കളെ? മൂന്നാമത്തെ ഓപ്ഷൻ ഓക്കെയാണോ? എക്സ്പ്ലെയിൻ ചെയ്യാണോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ.
ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ആരെങ്കിലൊക്കെ ഒന്ന് പറ. നിങ്ങൾ വേറൊരാൾ പറയുന്നത് ചോദിച്ച് കാത്തിക്കല്ല. ഓക്കെ ആണോ? അൺമ്യൂട്ട് ആൻഡ് സേ. ഓക്കെയാണ്. ഓക്കെ ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഡി അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? സ്റ്റോക്ക് കോൺസെപ്റ്റ് ആണെന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക് കോൺസെപ്റ്റ് ആണോ? നമുക്കറിയാലോ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫ്ലോ കോൺസെപ്റ്റ് ആണ്. കാരണം എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഈസ് ആൻ അഡീഷൻ ടു എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറയാം അല്ലെ? ഒരു ക്യാപിറ്റലിലേക്ക് വരുന്ന ഒരു അഡീഷനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? ഒരു സ്റ്റോക്ക് കോൺസെപ്റ്റ് അല്ല, ഒരു ഫ്ലോ കോൺസെപ്റ്റ് ആണ്. ഫ്ലോ കോൺസെപ്റ്റുകൾ എപ്പോഴും നമ്മൾ എന്തായിരിക്കും, ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക അല്ലെ? സ്റ്റോക്ക് ആണെങ്കിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ടാവുക. Investment refers to the addition to the capital stock during a period of time. Since it measure the over a period of time, it is a flow variable. നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈമിലാണ് ഇൻവെസ്റ്റ്മെന്റ് മെഷർ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് എന്തല്ല അതൊരു സ്റ്റോക്ക് കോൺസെപ്റ്റ് അല്ല, അതൊരു എന്തായിരിക്കും, ഫ്ലോ കോൺസെപ്റ്റ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫേം സ്പെൻഡ് 10 lakhs ഓൺ ന്യൂ മെഷീനറി ഡ്യൂറിങ് 2025. അതായത് 2025 നമ്മൾ ഏകദേശം 10 ലക്ഷം രൂപ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ മെഷീൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്യൂറിങ് എ പീരീഡിലാണ് നമ്മൾ പറയുന്നത് അല്ലെ? 2025 ആ ഡ്യൂറിങ് എ പീരീഡാണ് നമ്മൾ പറയുന്നത് ഇത്ര ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആയിട്ടുണ്ട് നമ്മൾ പറയുന്നത്. എന്നാൽ ഒരു ഫേമിലുള്ള ക്യാപിറ്റൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കും, സ്റ്റോക്കിലാണ് പറയാം. ഫോർ എക്സാമ്പിൾ, ഇന്ന പോയിന്റ് ഓഫ് ടൈമിൽ ഇത്ര ക്യാപിറ്റൽ ആ ഒരു ഫേമിനുണ്ട്, അത് നമ്മളൊരു പോയിന്റ് ഓഫ് ടൈമിലാണ് പറയാം. ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിലാണ് പറയാം. കാരണം 2025 ത്രൂ ഔട്ട് നമ്മൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു പീരീഡ് ഓഫ് ടൈമിലാണ് നമ്മൾ പറയുന്നത് അല്ലെ? 2025 എന്ന് പറയുമ്പോൾ ജാനുവരി ടു ഡിസംബർ വരെയുള്ള ഒരു പീരീഡാണ് നമ്മൾ പറയാം അല്ലെ? ഇനി സ്റ്റോക്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാലേ, ഇപ്പൊ ഒരു ഫേം റൺ ചെയ്യാൻ വേണ്ടി വരുന്ന ക്യാപിറ്റലിന്റെ സ്റ്റോക്ക്, ക്യാപിറ്റൽ ഇത്ര ഉണ്ട് നമ്മൾ പറയില്ലേ? അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. December 31st 2025 ആ ഫേമിൽ ഇത്ര ക്യാപിറ്റൽ ഉണ്ട്. ആ ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ ക്യാപിറ്റൽ എന്തായിരിക്കും, ഒരു സ്റ്റോക്ക് കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ മനസ്സിലാക്കിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഫ്ലോ കോൺസെപ്റ്റും ക്യാപിറ്റൽ എന്തായിരിക്കും, ഒരു സ്റ്റോക്ക് കോൺസെപ്റ്റും ആയിരിക്കും. അപ്പൊ ഇതിൽ നമ്മുടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. ഇനി അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് എ ഫ്ലോ കോൺസെപ്റ്റ് അല്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ നിശ്ചയിക്കുക അല്ലെ? ഇപ്പൊ ഒരു ബാങ്ക് പറയുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം, 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കണം, അല്ലെ ഇത്ര പെർസെന്റേജ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതൊരു പോയിന്റ് ഓഫ് ടൈമിലാണ് നമ്മൾ പറയാം, അല്ലാതെ ഒരു ഫ്ലോ ടൈമിലല്ല നമ്മൾ പറയാം. അതായത് ഇന്ന ഡേ മുതൽ ഇന്ന ഡേ വരെ എത്രയായിരുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അങ്ങനെ ഒരു ഫ്ലോ കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നുണ്ടാവില്ല. ബേസിക്കലി നമ്മൾ പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, ഒരു സ്റ്റോക്ക് കോൺസെപ്റ്റ് ആണ് കേട്ടോ. എന്നാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വഴി നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു ഇൻകം എന്തായിരിക്കും, ഫ്ലോ കോൺസെപ്റ്റ് ആണ്. എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റോക്ക് കോൺസെപ്റ്റ് ആണെങ്കിലും നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ഏൺ ചെയ്യുന്ന ഒരു ഇൻകം ഉണ്ടല്ലോ, അത് ഫ്ലോ കോൺസെപ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത് പെർസെന്റേജ് റേറ്റ് എക്സിസ്റ്റിംഗ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ദർഫോർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ സ്റ്റോക്ക് വേരിയബിൾ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കും, ഒരു സ്റ്റോക്ക് വേരിയബിൾ ആയിരിക്കും. എന്നാൽ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു ഇൻകത്തിന് നമ്മൾ പറയുന്നത് ഒരു ഫ്ലോ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത് സ്റ്റോക്ക് കോൺസെപ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് മെഷേർഡ് അറ്റ് ദ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ ടൈം, വേറസ് ഇൻട്രസ്റ്റ് ഇൻകം ഇസ് എ ഫ്ലോ കോൺസെപ്റ്റ് മെഷേർഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, നമ്മുടെ എ സി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഈ ഒരു ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. എ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ്. ആക്സിലറേറ്റർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ നാഷണൽ ഇൻകം തമ്മിലുള്ള റിലേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് എന്ത്, സി എന്ന് പറഞ്ഞത് അല്ലെ, ഹയർ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തിന് കാരണമാവും, ഹയർ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് കാരണമാവും. ഈ ഒരു ക്വസ്റ്റ്യന് നെറ്റ് എക്സാമിന് ഏകദേശം 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ, ഒരു ഡിഫറൻസും ഇല്ലാതെ, ഓപ്ഷനിൽ ഒരു ഡിഫറൻസും ഇല്ലാതെ 2-3 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ PYQ സോൾവ് ചെയ്തുകൊണ്ട് പറയാണ്, 2-3 പ്രാവശ്യം ഷുവർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് ദി മോണിറ്ററി പോളിസി? മോണിറ്ററി പോളിസിന്റെ ഇൻസ്ട്രുമെന്റ് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും ഒക്കെ നമുക്ക് എന്തായിരിക്കണം, അത്രക്കും എന്തെങ്കിലും ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചേക്കണം കേട്ടോ. അത്രക്കും ഇതായിട്ട് നമ്മൾ പഠിച്ചേക്കണം. കാരണം മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ റെയർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ്. ഇതിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും, മോണിറ്ററി പോളിസിന്റെ ടൂൾ അല്ലാത്തത്? സിമ്പിൾ ക്വസ്റ്റ്യനാ. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഞാൻ നിങ്ങളുടെ ചാറ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ.
ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? D. ഓപ്ഷൻ ഡി ആണ് അല്ലേ? കാരണം നമുക്കറിയാം ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ബാങ്ക് റേറ്റ്, ഇതെല്ലാം എന്താണ് മോണിറ്ററി പോളിസിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആണ് അല്ലേ? ഫിസിക്കൽ പോളിസിന്റെ ടൂൾസ് ആണ് എന്ത്? ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ പോളിസി ആൻഡ് ദി മോണിറ്ററി പോളിസി? അല്ലെങ്കിൽ മോണിറ്ററി പോളിസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. മോണിറ്ററി പോളിസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാ? മോണിറ്ററി പോളിസി വിച്ച് റിലേറ്റഡ് ടു മണി അല്ലേ? മണി റിലേറ്റ് ചെയ്യുന്നത് ആരാ? ഇന്നലെ നല്ല ആക്റ്റീവ് ആയിരുന്നല്ലോ, എന്താ ആരൊന്നും മിണ്ടാത്തത്? ഓക്കെ, മോണിറ്ററി പോളിസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ RBI ആണ് അല്ലേ? ഫിസിക്കൽ പോളിസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഉണ്ടാവുക നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും. നമ്മൾ ഫിസിക്കൽ ഇക്കണോമിക്സിലും അതുപോലെ തന്നെ പബ്ലിക് ഫിനാൻസിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഗവൺമെന്റിന്റെ ടാക്സേഷനെ കുറിച്ചിട്ടും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചിട്ടും ഗവൺമെന്റിന്റെ ബോറോയിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതാണ് ഫിസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് ആക്ച്വലി ഒരു പേപ്പർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് അല്ലേ? അപ്പൊ ബേസിക്കലി ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക, ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, ഇത് മൂന്നും എന്താണ്? നമ്മുടെ മോണിറ്ററി പോളിസി ടൂളാണ്. എന്നാൽ ടാക്സ് റേറ്റും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും പബ്ലിക് ബോറോയിങ് എന്തായിരിക്കും? നമ്മുടെ ഫിസിക്കൽ പോളിസിന്റെ ടൂൾസ് ആയിരിക്കും. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, മോണിറ്ററി പോളിസി ഇസ് എ പോളിസി ത്രൂ വിച്ച് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ദ മണി സപ്ലൈ, ക്രെഡിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ആൻ ഇക്കോണമി അല്ലേ? എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? മണി സപ്ലൈ ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ? ഇതിനെ കൺട്രോൾ ചെയ്യാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് മോണിറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസി. ശരിക്കും ഈ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസി എന്താ ചെയ്യുന്നത്? ഇക്കണോമിയിൽ ഒരു ഡിസീക്വിലിബ്രിയം സംഭവിക്കുമ്പോൾ, ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഡിസീക്വിലിബ്രിയം സംഭവിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ ഹാപ്പൻ ആവുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ബൂമിലേക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡിപ്രഷനിലേക്ക് പോവാം അല്ലെ? ബൂം ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ അല്ല, പക്ഷെ ബൂം കാരണം എന്തുണ്ടാവും? ഇൻഫ്ലേഷൻ ഇക്കണോമിയിൽ ഹാപ്പൻ ആവും കേട്ടോ. കാരണം എന്തായിരിക്കും? ബൂം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇൻകം ഉള്ള ഒരു സിറ്റുവേഷൻ ആണ്, എല്ലാവർക്കും എംപ്ലോയ്മെന്റ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് അല്ലേ? അപ്പൊ ആളുകളുടെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പം അവരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ള പ്രൈസ് ലെവൽ കൂടും. അപ്പൊ ബൂം ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ അല്ല, പക്ഷെ ബൂം കാരണം എന്തുണ്ടാവും? ഇൻഫ്ലേഷൻ റേറ്റ് ഹാപ്പൻ ആവും. അപ്പൊ നമ്മൾ യൂഷ്വലി മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി ഒക്കെ പഠിക്കുക, ഇൻഫ്ലേഷൻ എങ്ങനെയാണ് മോണിറ്ററി പോളിസി ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡീഫ്ലേഷൻ മീൻസ് നമ്മുടെ റിസഷന്റെ പീരീഡിൽ എങ്ങനെയാണ് മോണിറ്ററി പോളിസി അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ ബേസിക്കലി ഇൻഫ്ലേഷൻ ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും എങ്ങനെ മണി സപ്ലൈനെ അതുപോലെ തന്നെ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ലോൺസ് കേട്ടോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ച് പറയുന്നതാണ് ആക്ച്വലി എന്ത്? മോണിറ്ററി പോളിസി അല്ലെ? എന്നാൽ ടാക്സ് വിച്ച് റിലേറ്റഡ് ടു എന്തായിരിക്കും? ഫിസിക്കൽ പോളിസി ആയിരിക്കും അല്ലെ? ടാക്സ് റേറ്റ് ആണെങ്കിലും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണെങ്കിലും പബ്ലിക് ബോറോയിങ് ആണെങ്കിലും എന്തായിരിക്കും? നമ്മുടെ ഫിസിക്കൽ പോളിസിന്റെ അണ്ടറിലായിരിക്കും വരുന്നുണ്ടാവുക. അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഫിസിക്കലും മോണിറ്ററി പോളിസിയും കമ്പൈൻ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വിചാരിക്കും ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ലേ? ജൂൺ 2024 ഷിഫ്റ്റ് 1 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിമ്പിൾ അല്ലേ? ഇപ്പൊ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു മാക്രോയിൽ അധികം എളുപ്പം വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മാക്രോ എന്താണോ സിലബസ് അനുസരിച്ച് പഠിച്ചു പോകുന്നത് അതിന്റെ ത്രൂ ഔട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്രോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റും. അതായത് അതിൽ പറയുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള ഏരിയ പഠിക്കുക, പ്ലസ് PYQും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാക്രോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണിറ്ററി പോളിസി നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പോളിസി എന്താണ്? യൂസ്ഡ് ടു കൺട്രോൾ ദ മണി സപ്ലൈ അല്ലെ? എന്തൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മണി സപ്ലൈ, ക്രെഡിറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? ഇനി ഫിസിക്കൽ പോളിസി ആണെങ്കിൽ ഫിസിക്കൽ പോളിസി റിലേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങുമായിട്ട് അതുപോലെ തന്നെ ടാക്സേഷനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ പബ്ലിക് ബോറോയും കൂടെ വരും കേട്ടോ. പക്ഷെ യൂഷ്വലി നമ്മൾ ഈ ഒരു പോളിസി ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ടാക്സേഷൻ വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ പബ്ലിക് ബോറോയിങ് എന്താണ്?
നമ്മുടെ ഫിസിക്കൽ പോളിസി ടൂൾസ് ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം, ഷഫിൾ ചെയ്തിട്ട് വരാം. അപ്പോൾ പബ്ലിക് ബോറോയിങ് എന്ന് വരുമ്പോൾ അത് ഫിസിക്കൽ പോളിസി ടൂൾസ് ആണ് കേട്ടോ. ഇനി അതോറിറ്റി എന്ന് പറയുമ്പോൾ മോണിറ്ററി പോളിസി ഏതായിരിക്കും? നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആയിരിക്കും. സോ ബജറ്റ് ഒക്കെ റിലേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഫിസിക്കൽ പോളിസിയിലാട്ടോ. കാരണം പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് ബോറോയും ടാക്സേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ദാറ്റ് ഇസ് ബജറ്റ്. ബജറ്റ് റിലേറ്റ് ചെയ്യുന്നത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസിലാണ്. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് ആണ്. ക്ലിയർ? ഇനി നമ്മൾ മോണിറ്ററി പോളിസിയിലാണെങ്കിൽ നമ്മൾ റിപ്പോ റേറ്റ് യൂസ് ചെയ്യും, റിവേഴ്സ് റിപ്പോ യൂസ് ചെയ്യും, CRR യൂസ് ചെയ്യും, SLR യൂസ് ചെയ്യും, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്യും. അപ്പൊ നമുക്കിതൊന്ന് ചുരുക്കി പറയാം അല്ലെ. നമ്മുടെ റിപ്പോ റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് കടമെടുക്കുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റിവേഴ്സ് റിപ്പോ ആണെങ്കിൽ എന്തായിരിക്കും? കൊമേഴ്ഷ്യൽ ബാങ്ക് സർപ്ലസ് മണി എന്ത് ചെയ്യാണ്? സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാണ്? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്ന സമയത്ത് സെൻട്രൽ ബാങ്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിവേഴ്സ് റിപ്പോ. ഇനി CRR എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് നിർബന്ധമായിട്ട് ഒരു റിസർവ് എന്ത് ചെയ്യണം? നമ്മുടെ സെൻട്രൽ ബാങ്കിൽ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? CRR എന്ന് വിളിക്കുക. ഇനി സ്വന്തം കയ്യിൽ അല്ലെ, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വന്തം കയ്യിൽ സെക്യൂരിറ്റി ആയിട്ടോ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ എന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ആയിട്ടോ എന്ത് ചെയ്യാണ്? സ്വന്തം കയ്യിൽ റിസർവ് ആക്കി വെക്കുന്നതിനാണ് നമ്മൾ SLR എന്ന് വിളിക്കുക. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്കണോമിയിലെ ഡിസോക്വിലിബ്രിയം ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈ ചെയ്യുകയും അതുപോലെ തന്നെ സെല് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നുണ്ടാവുക. ഇനി ഫിസിക്കൽ പോളിസിന്റെ ടൂൾസ് വരാണെങ്കിൽ ടാക്സേഷൻ ഉണ്ടാവും, ഗവൺമെന്റ് സ്പെൻഡിങ് ഉണ്ടായിരിക്കും, പബ്ലിക് ബോറോയിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ബജറ്റ് ഡെഫിസിറ്റ്. ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഗവൺമെന്റ് കൂടുതൽ കടം വാങ്ങുക, കൂടുതൽ എക്സ്പെൻഡിച്ചർ വരുന്ന സമയത്താണല്ലോ കടം വാങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടാ, അതുപോലെ തന്നെ റവന്യൂ കുറയുക. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റ് ഒക്കെ റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ പോളിസി ആണെന്നുള്ളത് മനസ്സിലാക്കിയേക്കാം. ഇനി എന്ത് ചെയ്യും? നമ്മുടെ മോണിറ്ററി പോളിസിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാണെങ്കിൽ അത് എന്ത് ചെയ്യും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാറ്റം വരുത്തും. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ത്രൂ എന്ത് ചെയ്യും? മണി സപ്ലൈയിൽ മാറ്റം വരുത്തും കേട്ടോ. പിന്നെ എന്തായിരിക്കും? ഫിസിക്കൽ പോളിസി ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും ഡിസ്പോസിബിൾ ഇൻകത്തിനെയും ആയിരിക്കും കേട്ടോ. ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻകത്തിൽ നിന്ന്, നമ്മുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ടാക്സ് റേറ്റ് കുറച്ചിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയാം? ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയാം. ഇനി നമുക്ക് എന്തുണ്ട്? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഉണ്ട്, എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി ഉണ്ട്, കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ഉണ്ട്, അതുപോലെ തന്നെ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി ഉണ്ട്. എക്സ്പാൻഷണറി പോളിസി നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുന്നുണ്ട്. അവ ഇക്കണോമി റിസഷനിലോ ഡിപ്രഷനിലോ ഒക്കെ ആവുന്ന സമയത്താണ്. കാരണം ഇക്കണോമിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇക്കണോമി ആക്ടിവിറ്റീസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ മണി സപ്ലൈ എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കുറച്ച് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പാൻഷണറി പോളിസി യൂസ് ചെയ്യും. ഇനി റിസഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും പൈസ ഇല്ല, നമ്മുടെ കയ്യിലൊന്നും പണിയില്ല, നമ്മൾ ആരും പണിക്ക് പോകുന്നില്ല, നമുക്കൊന്നും സാലറി കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം എത്താനും അവർ കൺസ്യൂം ചെയ്യാനും, കൺസ്യൂം ചെയ്ത് ത്രൂ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ കൂട്ടാനും, വീണ്ടും ഇൻകം അതുപോലെ തന്നെ ഡിമാൻഡ് ഒക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ്പാൻഷണറി പോളിസി വേണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മോണിറ്ററി പോളിസിയിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മണി സപ്ലൈ എന്ത് ചെയ്യും? നമ്മൾ കൂട്ടി കൊടുക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? മണി സപ്ലൈ കൂട്ടുന്നതിന് എന്ത് കാരണവും? ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യും? നമ്മൾ റെഡ്യൂസ് വരുന്ന സമയത്താണ് നമ്മുടെ മണി സപ്ലൈ കൂടാട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക നമ്മുടെ റിസഷൻ പീരീഡിലായിരിക്കും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? റിപ്പോ റേറ്റ് കുറയ്ക്കും, അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ കുറയ്ക്കും, അതുപോലെ തന്നെ CRR കുറയ്ക്കും, അതുപോലെ തന്നെ SLR കുറയ്ക്കും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ എന്ത് ചെയ്യും? നമ്മുടെ RBI എന്ത് ചെയ്യും? ഈ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും? ബൈ ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ? അതുപോലെ തന്നെ ഇതിലൊരു ബാങ്ക് റേറ്റ് ഉണ്ട് അല്ലെ, ബാങ്ക് റേറ്റ് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അപ്പം ഇക്കണോമിയിൽ റിസഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി കൊണ്ടുവരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. മാത്രമല്ല CRR കുറയ്ക്കും, SLR കുറയ്ക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ബാങ്ക് റേറ്റും റിപ്പോ റേറ്റും ഏകദേശം സെയിമാണ്. കാരണം എന്താ? ബാങ്ക് റേറ്റ് ആണെങ്കിലും റിപ്പോ റേറ്റ് ആണെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്ന സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണ് നമ്മൾ എന്ത് പറയാം? ബാങ്ക് റേറ്റ് എന്നും റിപ്പോ റേറ്റ് എന്നും പറയുന്നത്. എന്നാൽ നമ്മുടെ റിപ്പോ റേറ്റ് വരുന്നുണ്ടാവുക ലോങ് ടേം ആയിട്ടായിരിക്കും, ബാങ്ക് റേറ്റ് വരുന്നുണ്ടാവുക ഷോർട്ട് ടേം ആയിരിക്കും. റിപ്പോ റേറ്റ് എന്തായിരിക്കും? റിപ്പോ റേറ്റ് ലോങ് ടേം റിപ്പോ റേറ്റ് ഷോർട്ട് ടേമും ബാങ്ക് റേറ്റ് എന്തായിരിക്കും? ലോങ് ടേമും ആയിരിക്കും കേട്ടോ. മാത്രമല്ല ബാങ്ക് റേറ്റിൽ എന്ത് ചെയ്യില്ല? ഒരു തരത്തിലുള്ള കൊലാറ്ററലും ആരും വെക്കില്ല, നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് വെക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ ജാമ്യത്തിന് ഒരു സാധനം വെക്കണം അല്ലെ. ഇപ്പൊ ബാങ്ക് റേറ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യില്ല?
എന്ത് ചെയ്യില്ല, കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു തരത്തിലെ കൊളാറ്ററൽ വെക്കേണ്ട കാര്യമില്ല, ഒരു ജാമ്യത്തിന് ഒരു കാര്യം വെക്കേണ്ട കാര്യമില്ല. എന്നാൽ റിപ്പോ റേറ്റ് ആണെങ്കിൽ എന്ത് വെക്കണം, കൊളാറ്ററൽ വെക്കണം. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. റിപ്പോ റേറ്റ് ഷോർട്ട് ടേം ആണെങ്കിൽ ബാങ്ക് റേറ്റ് ലോങ് ടേം ആയിരിക്കും. റിപ്പോ റേറ്റിൽ കൊളാറ്ററൽ ഉണ്ടെങ്കിൽ ബാങ്ക് റേറ്റിൽ കൊളാറ്ററൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുക വഴി. ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോയും CRR ഉം SLR ഉം അതുപോലെ തന്നെ ബാങ്ക് റേറ്റും കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിലേക്ക് എത്തുക. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്യും, കുറവ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇക്കണോമിയിലേക്ക് മണി സപ്ലൈ കൂടും. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയാന്ന് പറയുമ്പോൾ ആളുകൾക്ക് ചീപ്പറായിട്ട് ലോൺ കിട്ടും. ഇപ്പൊ പ്രൊഡ്യൂസർ ആണെങ്കിൽ കൂടുതൽ ലോൺ കിട്ടുമ്പോൾ അവർ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഇക്കണോമി ബൂസ്റ്റ് ആവും. ഇപ്പൊ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ കൂടുതൽ ലോൺ എടുത്തിട്ട് അവർ കൺസ്യൂം ചെയ്യും. അപ്പൊ അത് എന്ത് ചെയ്യും, ഇക്കണോമിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് കാരണമാവും. ഇനി ഫിസിക്കൽ പോളിസിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടും. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടുമ്പോൾ ആളുടെ കയ്യിൽ കൂടുതൽ പൈസ കിട്ടും, കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യും, കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും, കൂടുതൽ എന്ത് ചെയ്യും, ഇക്കണോമിയിൽ എക്സ്പാൻഷനും ഗ്രോത്തും സംഭവിക്കും. അതുപോലെ തന്നെ ടാക്സ് റെഡ്യൂസ് ചെയ്യും. ടാക്സ് റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ആളുകളുടെ കൺസംഷൻ കൂടും അല്ലെ. കൺസംഷൻ കൂടുമ്പോൾ എന്ത് കൂടും, അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂടും, പ്രൊഡക്ഷൻ കൂടും, ഇൻകം കൂടും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും അല്ലെ. ഇനി കോൺട്രാക്ഷണറി പോളിസി ആണെങ്കിൽ ഇതിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. കാരണം എന്താണ്, ഇവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, കൂട്ടുന്നുണ്ടാവും ചെയ്യുന്നുണ്ടാവും. ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം നമ്മൾ കൂട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ CRR ഉം SLR നമ്മൾ കൂട്ടുന്നുണ്ടാവും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ RBI എന്താ ചെയ്യുക, സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ആളുകളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ എങ്ങോട്ടേക്ക് എത്തും, നമ്മുടെ RBIയുടെ കയ്യിലേക്ക് എത്താണ് ചെയ്യുക. അപ്പൊ ഇൻഫ്ലേഷന്റെ സമയത്താണ് നമ്മൾ കോൺട്രാക്ഷണറി പോളിസി നടപ്പിലാക്കുന്നത്. ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഗ്രോത്ത് അതൊന്നും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോൺട്രാക്ഷനിലേക്ക് കൊണ്ടുവരിക, ജസ്റ്റ് ഒന്നൊന്ന് ചുരുക്കുക. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഫിസിക്കൽ പോളിസിന്റെ ഭാഗം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഗവൺമെന്റ് സ്പെൻഡിങ് എന്ത് ചെയ്യും, കുറയ്ക്കുകയാണ് ചെയ്യുക, ടാക്സ് റേറ്റ് കൂട്ടാണ് ചെയ്യുക. ഇതെല്ലാം എന്തിന് കാരണമാവും, ഇൻവെസ്റ്റ്മെന്റ് കൺസംഷനും കുറയ്ക്കുന്നതിന് കാരണമാവും. കൺസംഷനും ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്നതിന് കാരണമാവും. ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഓഫ് കോഴ്സ് എന്തായിരിക്കും, ഇക്കണോമിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലുള്ള പ്രൈസ് ലെവൽ കുറയും. അപ്പൊ ഇൻഫ്ലേഷന്റെ സമയത്താണ് നമ്മൾ കോൺട്രാക്ഷണറി പോളിസി നടപ്പിലാക്കുന്നുണ്ടാവുക. അപ്പൊ ഡ്യൂറിന്റെ ഡിപ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ റിസഷനിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയും എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി നടപ്പിലാക്കും. ഇനി ഡ്യൂറിൻ ആൻഡ് ഇൻഫ്ലേഷൻ സമയത്ത് എന്തായിരിക്കും നമ്മൾ നടപ്പിലാക്കുന്നുണ്ടാവുക, കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയും കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നടപ്പിലാക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ഓക്കെ ആണോ, ഏതെങ്കിലും ഭാഗം ഞാൻ റിപ്പീറ്റ് ചെയ്യണോ, ഇതിനൊരു ഡിഫറൻസ് ടൂൾസ് പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കുക. കോൺട്രാക്ഷന്റെ സമയത്ത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, എക്സ്പാൻഷന്റെ സമയത്ത്, ഇതൊക്കെ ശരിക്കും എന്താണ്, നിങ്ങൾ പച്ചവെള്ളം പോലെ പഠിച്ചേക്കേണ്ട കാര്യം കേട്ടോ. കാരണം ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസിന്റെ ഒരു ഏരിയ നിങ്ങൾക്ക് പഠിക്കാണ്ടെങ്കിൽ വൺസ് നിങ്ങൾ തറാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. കാരണം അതിന് എങ്ങനെ ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാൻ പറ്റുന്നുള്ളതാണ്. ഇനി ത്രൂ ഔട്ട് നിങ്ങളുടെ കരിയറിൽ എന്താണ് വേണ്ട ഒരു സാധനം കൂടാണ് ഇത് കേട്ടോ. കാരണം നിങ്ങൾ ഇനി നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് കോളേജിലേക്ക് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരു പേപ്പറായിട്ട് തന്നെ ഉണ്ട് ഈ ഫിസിക്കൽ എക്കണോമിക്സിൽ. ഞാൻ പറഞ്ഞ ഫിസിക്കൽ എക്കണോമിക്സ് അതൊരു പേപ്പറാണ്. ആ പേപ്പർ നിങ്ങൾക്ക് പഠിപ്പിക്കാണ്ട് പിള്ളേരെ. അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയിൽ ഇപ്പം FIUGPന്റെ സിലബസ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, മൈനർ കോഴ്സുകൾ ഉണ്ട്. ആ മൈനർ കോഴ്സിൽ ഒരു പേപ്പറിന്റെ പേരാണ് ആക്ച്വലി എന്ത് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഈ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ മൈനേഴ്സ് നമുക്ക് എന്ത് ചെയ്യും, 3 സെമ്മിലെങ്ങാനും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പാർട്ട് 1 പഠിക്കണം, മോണിറ്ററി പോളിസി ആൻഡ് ടൂൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. സെക്കൻഡ് സെമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പാർട്ട് 2 പഠിപ്പിക്കണം. ദെൻ തേർഡ് സെമ്മിൽ നമ്മൾ പാർട്ട് 3 പഠിപ്പിക്കണം. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചേക്കുന്ന ഒരു സാധനം നമുക്ക് കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാണ്ടാവും, 3 സെമ്മിൽ നമുക്ക് ഈ ഒരു സാധനം പാർട്ട് 1ഉം 2ഉം 3 ആയിട്ടൊക്കെ പഠിപ്പിക്കാനുണ്ടാവും. പേപ്പേഴ്സ് മാത്രം, കോൺസെപ്റ്റ് അല്ല, പേപ്പേഴ്സാണ് ഞാൻ പറയുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്. ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫ് ലോങ് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കി പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പേഴ്സ് ഒന്നും എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഇത് വൺസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പച്ചവെള്ളം പോലെ എടുക്കാൻ പറ്റിയ പേപ്പറാണ്. അത്രയും അടിപൊളിയാണ്. കാരണം അതിന് പ്രത്യേകിച്ച് എഫേർട്ട് ഇടുന്ന കാര്യമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൈഡ് റെഫർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും, ഈ പോയിന്റ് ഇങ്ങനെ. അതൊരു പ്രാക്ടിക്കൽ വ്യൂല് മാത്രമേ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് കാണാപ്പാടം ഇന്ന ടൂൾസ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ന ടൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇക്കണോമിയിൽ എന്ത് മാറ്റം ഉണ്ടാവും, ഇതടക്കം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടാവും. ഇതിനെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത്. കാരണം നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഇതൊന്നും കോൺസെപ്റ്റ് ആയിട്ടല്ല പഠിപ്പിക്കാനുണ്ടാവുക, ഇതിനൊരു പേപ്പേഴ്സ് തന്നെ പഠിപ്പിക്കാനുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതും ഒരു സെമ്മിൽ ഈ പേപ്പർ അവസാനിക്കുന്നില്ല, 1ഉം 2ഉം 3ഉം സെമ്മിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ടോ. ക്ലിയർ? ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണോ? ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലല്ല, അൺമ്യൂട്ട് ചെയ്ത് പറയോ.
ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ. ഓക്കെ ആണ്. ഓക്കെ. ബ്രേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കാരണം ഞാനൊന്നും അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളവിടെ ചാറ്റ് ബോക്സിൽ ഉണ്ടാവും. ഞാൻ അറിയുന്നുണ്ടാവില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയാ. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഫസ്റ്റത്തെ രണ്ട് ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? കൺസംഷൻ തിയറീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് ഉണ്ടല്ലോ, ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചൊരു ഒരു എന്തുണ്ടായിരുന്നു, ഒരു കോഡ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മിക്കവാറും ഇത് മാറിപ്പോകുന്നുണ്ടാവല്ലോ. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ലിറ്റിൽ കൺഫ്യൂഷൻ ആയിരുന്നു ആദ്യം ഫസ്റ്റ് ടൈം പഠിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഞാൻ പെർമനന്റ് ആയിട്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കാറുണ്ട് എന്നാണ് ഞാൻ കോഡ് വെച്ചത്. എങ്ങനെയാണ്? ഞാൻ പെർമനന്റ് ആയിട്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കാറുണ്ട്. ഇതാണ് എന്റെ കോഡ് കേട്ടോ. ഞാനിത് കണ്ടുപിടിച്ചിട്ടുള്ള കോഡ്. ഞാനത് പഠിക്കുന്ന സ്റ്റാർട്ടിങ് സമയത്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ വിച്ച് റിലേറ്റഡ് ടു ബി അല്ലേ? സിമ്പിൾ ആണ്. പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് എന്താണ്? നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ? മിൽട്ടൺ ഫ്രീഡ്മാൻ ആരാണ്? ദ ഫാദർ ഓഫ് മോണിറ്ററിസം ആണ് അല്ലേ? അല്ലേ? ഓക്കെ, ദെൻ നമ്മുടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ആരുമായിട്ടാണ്? ഫ്രാങ്കോ, മോദി ഗിലിയാനി ആൻഡ് ആൻഡോലാണ് വരുന്നത്. മാത്രമല്ല റിച്ചാർഡ് ബ്രംബർഗ്, ഈ എക്കണോമിസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇനി റിയൽ ബിസിനസ് സൈക്കിളും അതുപോലെ തന്നെ പോളിസി ഇൻഎഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. ഇതിൽ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കുന്നത് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് ആണ്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു കോൺസെപ്റ്റ്. അതായത് ഒരാളുടെ കൺസംഷൻ അയാളുടെ പെർമനന്റ് ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതാണ് ആര് പറയുന്നത്? നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത്. മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത് എന്താണ്? ഒരു ലോങ് ടേം എക്സ്പെക്റ്റഡ് ഇൻകം ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൺസംഷൻ എല്ലാം എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരാളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അയാളുടെ ഇൻകം ആണ്. ഇതിൽ ഒരു എക്കണോമിസ്റ്റുകൾക്കും എന്തില്ല, തർക്കമില്ല. പക്ഷെ ഏത് ഇൻകം? ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം, എക്സ്പെക്റ്റഡ് ആവാം, അതുപോലെ തന്നെ ലൈഫ് ലോങ് ഉള്ള ഒരു ഇൻകം ആവാം, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ആവറേജ് ഇൻകം ആവാം, ടോട്ടൽ ഇൻകം ആവാം. ഇതൊക്കെയാണ് ഒരാളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻകം. അപ്പൊ ഇതിൽ ഏത് ഇൻകം ആണ് എന്നുള്ളതിലാണ് നമുക്ക് കൺഫ്യൂഷൻസ് ഉള്ളത്. അപ്പൊ മിൽട്ടൺ ഫ്രീഡ്മാന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഒരാളുടെ കൺസംഷൻ റിലേറ്റ് ചെയ്യുന്നത് അയാളുടെ പെർമനന്റ് ഇൻകത്തിലാണ്, കറണ്ട് ഇൻകത്തിലല്ല. കറണ്ട് ഇൻകത്തിലാന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നമ്മുടെ JM കെയ്ൻസ് ആണ് കേട്ടോ. അപ്പൊ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത് ഒരാളുടെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളുടെ പെർമനന്റ് ഇൻകത്തിലാണ്. പെർമനന്റ് ഇൻകം എന്ന് പറയുന്നതാണ് ഒരു ലോങ് ടേം എക്സ്പെക്റ്റഡ് ഇൻകം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മന്ത് എൻഡിൽ എനിക്കൊരു സാലറി കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ആ ഒരു മന്ത് മുഴുവനായിട്ട് ആ ലോങ് ടേം ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻകം ഉണ്ടല്ലേ, മന്ത്ലി ഇൻകം. ആ മന്ത്ലി ഇൻകം ആണ് എന്റെ കൺസംഷനെ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആ സാലറി വരുന്നത് വരെ ഞാൻ കൺസ്യൂം ചെയ്യാതെക്കോ? ഒരിക്കലുമില്ല. ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ കടം വാങ്ങുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ കടം ചോദിച്ചിട്ടൊക്കെ ഞാൻ എടുക്കുന്നുണ്ടാവും. ഈ കടം വാങ്ങുന്നത് എന്തിന്റെ ബേസിലാണ്? മന്ത് എൻഡിൽ എനിക്ക് ആ സാലറി വരും എന്നുള്ള എക്സ്പെക്ടേഷനിലല്ലേ. അപ്പൊ ഞാൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്? മന്ത് എൻഡിൽ എനിക്ക് എന്ത് ചെയ്യും? ആ സാലറി വരും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ കടം വാങ്ങിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരാളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? അയാളുടെ ലോങ് ടേം എക്സ്പെക്റ്റഡ് ഇൻകം ആണ്. ആ മന്ത് എൻഡ് അയാൾക്ക് ആ സാലറി കിട്ടും എന്നുള്ള അയാളുടെ എക്സ്പെക്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അയാളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. ദ ഇൻഡിവിജ്വൽ ബേസ് ദർ കൺസംഷൻ ഡിസിഷൻ ഓൺ ദർ എക്സ്പെക്റ്റഡ് ആവറേജ് ലൈഫ് ടൈം ഇൻകം ആണല്ലേ. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആവറേജ് ഇൻകം ഉണ്ടാവുമല്ലോ. ഇതിനാണ് നമ്മൾ ഇത് പറയുന്നത് പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പെർമനന്റ് ഇൻകം അതുപോലെ തന്നെ ട്രാൻസിറ്ററി ഇൻകം. പെർമനന്റ് ഇൻകം എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലോങ് ടേം ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻകം അല്ലെ. ദ ഇൻകം ദാറ്റ് പീപ്പിൾ എക്സ്പെക്ട് ടു ഏൺ കൺസിസ്റ്റന്റ്ലി ഓവർ ദ ലോങ് റൺ അല്ലെ. ലോങ് റൺ ആയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഏൺ ചെയ്യുന്നതിനാണ് പെർമനന്റ് ഇൻകം എന്ന് പറയുന്നത്. ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു വിൻഫോൾ ഒക്കെ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ നമുക്ക് ലോട്ടറി അടിക്കാം, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഇൻകം കിട്ടും അല്ലെ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസീസ് വരാം അല്ലെ, നമ്മൾ പോലെ എക്സ്പെക്ട് ചെയ്യാതെ, അങ്ങനെ വരാതെക്കട്ടെ, നമ്മൾ പോലെ എക്സ്പെക്ട് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഇൻകം നമുക്ക് വേണ്ടിയെന്ന് വരില്ല അല്ലെ. പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഇൻകം മൊത്തം പോകൂലേ. ഇപ്പൊ കൺസംഷനും പോലും തികയാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം ആളുകളുടെ ഇൻകം എന്ത് ചെയ്യാം? ട്രാൻസിറ്ററി ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം, പെർമനന്റ് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം അല്ലെ. പെർമനന്റ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഷുവർ ആയിട്ട് കിട്ടുന്ന ഉറപ്പുള്ള ഒരു ഇൻകം. ഞാൻ ഒരു മാസം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത് എൻഡ് ആവുന്ന സമയത്ത് എനിക്ക് ആ സാലറി കിട്ടും. ഇനി മന്ത് എൻഡ് ആയിട്ടില്ലെങ്കിലും
ആ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടെങ്കിൽ കൂടെ ഒരു 3 മാസത്തിനുള്ളിൽ എന്തായാലും എനിക്ക് ആ സാലറി കിട്ടും അല്ലെ. അതെന്താണ്, ആ ഒരു മന്ത് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നതാണ്. ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്ടഡ് ഇൻകം ആണ് അല്ലെ. ഒരു വിൻഫോൾ ഗെയിംസ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ ഒരു ബോണസ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻകം കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. ഇതിനാണ് നമ്മൾ ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നത്. എന്നാൽ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത് ഒരാളുടെ കൺസംഷൻ എന്ന് പറയുന്നത് എപ്പോഴും പെർമനന്റ് ഇൻകം ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്, റാദർ ദാൻ ട്രാൻസിറ്ററി ഇൻകം കേട്ടോ. അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഇൻകത്തിനേക്കാൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ലോസിനേക്കാൾ ഒരാളുടെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളുടെ പെർമനന്റ് ഇൻകത്തിലാണ്, അല്ലാതെ ട്രാൻസിറ്ററി ഇൻകത്തിലല്ല കേട്ടോ. അതാണ് ഈ ഒരു ഗ്രീൻ ലൈന് കൊടുത്തിട്ടുള്ള നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്. ദ കൺസംഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ പെർമനന്റ് ഇൻകം റാദർ ദാൻ ദി ട്രാൻസിറ്ററി ഇൻകം കേട്ടോ. ദി ഇൻഡിവിജ്വൽ ആർ റാഷണൽ ആൻഡ് പ്ലാൻ കൺസംഷൻ ബേസ്ഡ് ഓൺ ദി ഫ്യൂച്ചർ ഇൻകം എക്സ്പെക്ടേഷൻ അല്ലെ. നമ്മളെല്ലാവരും റാഷണൽ ആണ്, നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ നമ്മുടെ കൺസംഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലപ്പം നമ്മളിപ്പം കൺസ്യൂം ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മന്തിന് സാലറി വരുന്ന സമയത്ത് ഇന്ന സാധനം വാങ്ങണം എന്നുള്ള ഒരു പ്ലാൻ ഒക്കെ നമുക്ക് ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ സാലറി കിട്ടുന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ എക്സാക്ട്ലി നമ്മുടെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുമായിട്ടാണ്, ഫ്യൂച്ചറിൽ കിട്ടുന്ന ഒരു ലോങ് ടൈം എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇൻകത്തിലാണ്. ഓക്കെ, പീപ്പിൾ സ്മൂത്ത് കൺസംഷൻ ഓവർ ടൈം ആൻഡ് ഡു നോട്ട് ചേഞ്ച് ദ കൺസംഷൻ സിഗ്നിഫിക്കലി ബിക്കോസ് ഓഫ് ദി ടെമ്പററി ഇൻകം ഫ്ലക്ച്വേഷൻസ്. അതായത് ഒരു ട്രാൻസിറ്ററി ഇൻകം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്രത്യേകിച്ചൊരു ചേഞ്ച് ഒന്നും നമ്മുടെ കൺസംഷനിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എപ്പോൾ നമ്മുടെ കൺസംഷൻ ചേഞ്ച് ചെയ്യുന്നത് എന്തുമാത്രമായിരിക്കും, പെർമനന്റ് ഇൻകം ആയിരിക്കും. എ ടെമ്പററി റൈസ് ഇൻ ദി ഇൻകം ഹാസ് എ സ്മോൾ എഫക്ട് ഓൺ ദി കൺസംഷൻ വൈൽ ദ പെർമനന്റ് റൈസ് ഇൻ ദി ഇൻകം ഹാസ് എ ലാർജ് എഫക്ട് കേട്ടോ. അതായത് ടെമ്പററി ഇൻകത്തിൽ വരുന്ന ഒരു മാറ്റം നമ്മുടെ കൺസംഷനിൽ ഒരു ചെറിയ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. എന്നാൽ പെർമനന്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും, നമ്മുടെ കൺസംഷൻ ലാർജ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ ടോട്ടൽ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, പെർമനന്റ് ഇൻകം എന്നും ട്രാൻസിറ്ററി ഇൻകം എന്നും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൺസെപ്ഷൻ വിച്ച് റിലേറ്റഡ് ടു എന്തായിരിക്കും, പെർമനന്റ് ഇൻകം ആയിരിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പോയിന്റ് ക്ലിയർ ചെയ്യുക. ദ permanent income hypothesis state that the consumption is primarily determined by the permanent income rather than temporary change in the income. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസ് ആണ്. ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസ് ആദ്യമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൻഡോ, അതുപോലെ തന്നെ ഫ്രാങ്കോ മോദി ഗിലിയാനി, അതുപോലെ തന്നെ റിച്ചാർഡ് ബ്രംബർഗ്. ഈ 3 ഇക്കണോമിസ്റ്റുകളാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസിൽ റിലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫ്രാങ്കോ മോദി ഗിലിയാനി, ആൻഡോ ആൻഡ് റിച്ചാർഡ് ബ്രംബർഗ്. ഈ 3 എക്കണോമിസ്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്, ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസിൽ ഒരാളുടെ ഒരു എയിം എന്താന്ന് വെച്ചാൽ അയാളുടെ ലൈഫ് ലോങ് ഉള്ള കൺസംഷൻ സ്മൂത്ത് ആയിട്ട് പോകണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അതായത് ഇന്ന് ഞാൻ കൺസ്യൂം ചെയ്ത പോലെ തന്നെ ആയിരിക്കണം ഞാൻ മരണം വരെ ഞാൻ കൺസ്യൂം ചെയ്യുന്നത്. അതായത് എൻ്റെ ലൈഫ് ലോങ് ഇൻകം എന്തായിരിക്കണം, ലൈഫ് ലോങ് കൺസംഷൻ എന്തായിരിക്കണം, വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോകണം. ഇതാണ് എന്തിൽ പറയുന്നത്, നമ്മുടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസിൽ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരാൾ ജനിച്ചത് മുതൽ അയാളുടെ മരണം വരെ അയാൾ പല സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് 3 സ്റ്റേജുകളാണ് പറയുന്നുണ്ടാവുക. ഒരു യങ് സ്റ്റേജ് ഉണ്ടാവും, ഒരു വർക്കിംഗ് ഏജ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റിട്ടയർമെന്റ് ഉണ്ടാവും അല്ലെ. യങ് ഏജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഒരു 15 വരെയുള്ള അല്ലെ, നമ്മുടെ ഒരു 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനാണ് നമ്മൾ യങ് ഏജ് എന്ന് പറയുന്നത് അല്ലെ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പണിക്കൊന്നും പോകുന്നില്ല. കാരണം ആ സമയത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ബാലവേലായി പോകും കേട്ടോ. അപ്പം 15 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യില്ല, പണിക്ക് പോകുന്നുണ്ടല്ല, നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവാം. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ സേവിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ബോറോ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ജീവിക്കുന്നുണ്ടാവും. നമ്മുടെ പാരന്റ്സിന്റെ ഇൻകം വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. എന്നാൽ വർക്കിംഗ് ഏജിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് സമ്പാദിക്കും അല്ലെ. വർക്കിംഗ് ഏജിന്റെ സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ആ സമയത്ത് നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻകം കണ്ടെത്തും. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്ത് വെക്കും അല്ലെ. ഇനി വർക്കിംഗ് ഏജ് കഴിഞ്ഞില്ലേ, ഒരു 65 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിട്ടയർമെന്റിലേക്ക് പോകില്ലേ, നമുക്ക് അവിടെ ജോലി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇൻകം നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ ഒരു ശരിക്കും ഇവിടെ കൺസ്യൂമർ എന്താ ചെയ്യുന്നത്, അയാളുടെ യങ്ങസ്റ്റ് ഏജ് മുതൽ അയാളുടെ ഓൾഡസ്റ്റ് ഏജ് വരെയുള്ള കാലഘട്ടം അയാൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ കാലഘട്ടം ത്രൂ ഔട്ട് അയാളുടെ കൺസംഷൻ സ്മൂത്ത് ആയി പോകണം എന്നുള്ള രീതിയിലായിരിക്കും അയാൾ കൺസംഷൻ എന്ത് ചെയ്യുന്നുണ്ടാവാം, കൺസംഷൻ പാറ്റേൺ അല്ലെങ്കിൽ ഇൻകം പാറ്റേൺ അയാൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവാം. ഇതിനാണ് നമ്മൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസ് എന്ന് പറയുന്നത്. 3 ഏജ് ഉണ്ടായിരിക്കും. ഈ 3 ഏജിലും അയാളുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ,
എന്താണ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ഏതൊരു പോയിന്റ് ഈ 3 കാലഘട്ടത്തിലും ഏതൊരു പോയിന്റ് ഓഫ് ടൈം അയാൾ എടുക്കുന്നുണ്ടെങ്കിലും ആ പോയിന്റ് ഓഫ് ടൈമിൽ അയാളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് എക്സ്പെക്റ്റഡ് ലൈഫ് ഇൻകം, അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് വെൽത്തും ആയിരിക്കും. അതായത് ഏതൊരു സമയത്തും അയാളുടെ കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻകം എന്തായിരിക്കും, കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുമായിട്ടായിരിക്കും, അയാൾക്ക് ലൈഫ് ലോങ് കിട്ടാൻ പോകുന്ന ഇൻകത്തിന്റെ കണക്ക് വെച്ചിട്ടും അയാൾ ഇത്ര കാലം എത്രത്തോളം സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പം നമ്മുടെ കെയ്ൻസ് പറയുന്നത് പോലെ ആണെങ്കിൽ, ഇപ്പൊ അയാൾ വർക്കിംഗ് ഏജ് സമയത്താണെങ്കിൽ അയാൾക്ക് മന്തെൻഡിൽ എന്ത് കിട്ടി, ഒരു 50,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കും. മന്തെൻഡിലല്ല, അയാൾക്ക് ഒരു ദിവസം ഒരു 50,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കാം. ഈ 50,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ആ കറണ്ട് കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു 50,000 രൂപയാണ്. കാരണം ആ ഒരു സമയത്ത്, ഇപ്പോൾ ഒരു ദിവസം എടുക്കുന്ന സമയത്ത്, ഇന്ന് എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, എനിക്ക് കൂടുതൽ നിന്ന് കൺസ്യൂം ചെയ്യാം, ഇതായിരിക്കും കെയ്ൻസിന്റെ അഭിപ്രായത്തിൽ ആലോചിക്കുന്നുണ്ടാവാം. ഇനി പെർമനന്റ് ഇൻകം ആണെങ്കിൽ മന്ത് എൻഡ് വരെയുള്ള സാലറി ആയിരിക്കും നോക്കുന്നുണ്ടാവാം. എന്നാൽ ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസിൽ എന്താന്ന് വെച്ചാല്, ഞാൻ ഒരു പീരീഡിൽ ഞാൻ കൺസ്യൂം ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ പാസ്റ്റും ഫ്യൂച്ചറും ആലോചിക്കും. അതായത് ഇപ്പൊ ഞാൻ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് മന്ത്ലിന്റെ സാലറി കിട്ടുന്ന സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ടാവാം, ഫ്യൂച്ചറിൽ ഒരു 64 65 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ റിട്ടയർഡ് ആവും. ആ സമയത്ത് എന്നെ നോക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. ആ സമയത്ത് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ മാറ്റി വെക്കണം അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഫ്യൂച്ചറിലേക്ക് ഒരു എമൗണ്ട് മാറ്റി വെച്ചിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവാം, പ്രസന്റ്ലി ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലും അയാളുടെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുമായിട്ടാണ്, അയാളുടെ എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകം. ആ ലൈഫ് ടൈമിൽ മൊത്തം അയാൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന ഇൻകവും അയാൾ എത്രത്തോളം ആ ഒരു ലൈഫ് ടൈമിൽ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ലാതെ ഇന്ന് എനിക്ക് 5,000 രൂപ കിട്ടി, ഇന്ന് ഞാൻ മുഴുവൻ സ്പെൻഡ് ചെയ്യാന്ന് അയാൾ ആലോചിക്കില്ല. മറിച്ച് അയാൾ അയാളുടെ ഫ്യൂച്ചറും കൂടെ ആലോചിക്കും. അതായത് ഈ ഒരു 64 വയസ്സ് കഴിയുന്ന സമയത്ത് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോഴേ ഞാൻ സേവ് ചെയ്ത് വെക്കണം. ഇപ്പൊ ഞാൻ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ കൺസംഷൻ കുറയ്ക്കണം. അപ്പൊ ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവാ, ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസ് വർക്ക് ചെയ്യുന്നുണ്ടാവാ. ഇൻഡിവിജ്വൽ ബോറോ വെൻ യങ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യും, വളരെ യങ് ആവുന്ന ഏജിൽ നമ്മൾ ബോറോ ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വർക്കിംഗ് ഇയേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അത് സേവ് ചെയ്ത് വെക്കും അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിട്ടയർമെന്റിന്റെ സമയത്ത് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ അത് ഡിസേവ് ചെയ്യും അല്ലെ. നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, റിട്ടയർമെന്റിന്റെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാണ് ചെയ്യുക. ദ ഒബ്ജക്റ്റീവ് ടു ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, സ്മൂത്ത് കൺസംഷൻ ത്രൂ ഔട്ട് ദ ലൈഫ് ഡിസ്പൈറ്റ് ദ ഫ്ലക്ച്വേഷൻ ദി ഇൻകം അല്ലെ. അതായത് നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കാം, എങ്കിൽ കൂടെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ നമ്മുടെ കൺസംഷനെ സ്മൂത്ത് ചെയ്യുക എന്നുള്ളതാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബേസിക് എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ദ കൺസ്യൂം സ്മൂത്ത്ലി ത്രൂ ഔട്ട് ദ ലൈഫ് ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോസിസിൽ പറയുന്നത്. നോട്ട് മെറലി ദ കറന്റ് ഇൻകം. ഒരിക്കലും നമ്മുടെ കൺസംഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ഇന്ന് എത്ര രൂപ കിട്ടി എന്നതിനെ ബേസ് ചെയ്തിട്ടല്ല, മറിച്ച് നമുക്ക് ഇനി എത്ര രൂപ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കാലഘട്ടത്തിൽ ഞാൻ എത്ര സമ്പാദിച്ചിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഓരോ പോയിന്റ് ഓഫ് പീരീഡിലും എന്ത് ചെയ്യുന്നത്, ഓരോ പോയിന്റിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവാം, കൺസ്യൂം ചെയ്യുന്നുണ്ടാവാം. ദ കൺസംഷൻ ഈസ് ഡിറ്റർമിൻ ബൈ ദ ലൈഫ് ടൈം റിസോഴ്സ് റാദർ ദാൻ ദി കറന്റ് ഇൻകം അല്ലെ. നമ്മുടെ കറന്റ് ഇൻകത്തിനേക്കാൾ കൂടുതൽ ലൈഫ് ടൈം എനിക്ക് കിട്ടുന്ന റിസോഴ്സിനെ ബേസ് ചെയ്തിട്ടും ആ ലൈഫ് ടൈമിൽ ഞാൻ അക്യുമുലേറ്റ് ചെയ്ത വെൽത്തിനെ അനുസരിച്ചിട്ടായിരിക്കും ഓരോ പോയിന്റിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കൺസ്യൂം ചെയ്തിട്ടുണ്ടാവുക. ഇനിയിപ്പോ എനിക്ക് നല്ലൊരു എന്താണ് ഇൻകം കിട്ടിയിട്ട് ഞാൻ മുഴുവനായിട്ട് എന്ത് ചെയ്തു, മുഴുവൻ മീൻസ് നല്ലൊരു എമൗണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ റിട്ടയർമെന്റ് ടൈമിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രസന്റ് എന്റെ കൺസംഷൻ കൂടാം. ഇനിയിപ്പം തീരെ ഒരു എമൗണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സേവ് ചെയ്ത് വെച്ചിട്ടില്ല, എന്റെ പ്രസന്റിലുള്ള കൺസംഷൻ കുറയും. അപ്പൊ ഇവിടെ ത്രൂ ഔട്ട് ലൈഫ് നോക്കിയിട്ടായിരിക്കും ഒരാളുടെ ഓരോ പോയിന്റിൽ അയാൾ കൺസ്യൂം ചെയ്യുന്നുണ്ടാവുക. പീപ്പിൾ സേവ് ഇൻ ഡ്യൂറിംഗ് ദ ഹൈ ഇൻകം ഇയർ ടു ഫിനാൻസ് ദ കൺസംഷൻ ഡ്യൂറിംഗ് ദ ലോൺ ഇൻകം ഇയേഴ്സിൽ എന്ത് ചെയ്യും, നമുക്ക് ഹൈ ഇൻകം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് സേവ് ചെയ്ത് വെക്കുകയും ലോ ഇൻകം ഉള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ സേവ് ചെയ്ത് വെച്ചതിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് ഫിനാൻസ് ചെയ്യുകയും ചെയ്യും. ഇൻഡിവിജ്വൽ സീക്ക് ടു മെയിൻറ്റെയിൻ ദ സ്റ്റേബിൾ ലെവൽ ഓഫ് കൺസംഷൻ ത്രൂ ഔട്ട് ദെയർ ലൈഫ് ടൈം ബൈ ബോറോയിങ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് ലോങ് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻകത്തിലെ ഫ്ലക്ച്വേഷൻസ് വരാം, പക്ഷെ നമ്മുടെ കൺസംഷൻ സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ യങ്ങർ ഏജിൽ നമ്മൾ ബോറോ ചെയ്യും, നമ്മുടെ വർക്കിംഗ് ഏജിൽ നമ്മൾ അത് സേവ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ എന്താ സംഭവിക്കുന്നുണ്ടാവുക, നമ്മുടെ റിട്ടയർമെന്റ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ ഫ്രാങ്കോ മുദിഗിലിയാനും ആൻഡോയും റിച്ചാർഡ് ബ്രംബർഗും പറയുന്നത്. ഈ തിയറി ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ് മാം.
ഓക്കെ, ബ്രേക്ക് ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനിയാണ് റിയൽ ബിസിനസ് സൈക്കിൾ തിയറി പറയുന്നത്. സോ ഫിൻ ഇ കിറ്റ്ലാൻഡും അതുപോലെ തന്നെ എഡ്വേർഡ് സി ബ്രസ്കോട്ടും ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ റിയൽ ബിസിനസ് സൈക്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമ്മുടെ ഓപ്ഷൻ 3 റിയൽ ബിസിനസ് സൈക്കിൾ ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫിൻ ഇ കിറ്റ്ലാൻഡും അതുപോലെ തന്നെ എഡ്വേർഡ് സി ബ്രസ്കോട്ടും ആണ്. എന്താണ് ശരിക്കും ഇവിടെ റിയൽ ബിസിനസ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, നമുക്കൊരു ബിസിനസ് സൈക്കിൾ ഉണ്ട് അല്ലേ, നമ്മൾ ട്രേഡ് സൈക്കിൾ എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ. എന്താണ്, ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് സൈക്കിൾ എന്നും അതുപോലെ തന്നെ ട്രേഡ് സൈക്കിൾ എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ. ഇതൊരു ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളാണ് എന്ത്, കിറ്റ്ലൻഡും അതുപോലെ തന്നെ പ്രസ്കോട്ടും എന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. പ്രസ്കോട്ടും അതുപോലെ തന്നെ കിറ്റ്ലൻഡും. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ നമുക്ക് ബിസിനസ് സൈക്കിൾ ഹാപ്പൻ ആവുന്ന സമയത്ത് നമുക്കറിയാം, ട്രഫ് ഉണ്ട്, റിസഷൻ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, റിക്കവറി ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ ബൂം ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റേജസ് നമുക്ക് ബിസിനസ് സൈക്കിൾ ഉണ്ട് അല്ലെ. അതായത് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെന്റിൽ, ഔട്ട്പുട്ടില്, അതുപോലെ തന്നെ പ്രൈസ് ലെവൽ, ഇതിലൊക്കെ വരുന്ന ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ബിസിനസ് സൈക്കിളിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് റിയൽ ഷോക്ക് ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്, കിറ്റ്ലൻഡും അതുപോലെ തന്നെ പ്രസ്കോട്ടും പറയുന്നത്. അതായത് ഇക്കണോമിയിൽ ഇപ്പൊ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരാണെങ്കിൽ അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് റിയൽ ഷോക്സ് ആയിരിക്കും. ഈ റിയൽ ഷോക്ക് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ടെക്നോളജിയിൽ എന്തെങ്കിലും ചേഞ്ച് വരാണെങ്കിലോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ എന്തെങ്കിലും ചേഞ്ച് വരാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഈ ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിക്സ് എന്ത് വിളിക്കുന്നത്, റിയൽ ഷോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ബിസിനസ് സൈക്കിളിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ റിയൽ ഷോക്ക് ആയിരിക്കും എന്നാണ് റിയൽ ബിസിനസ് സൈക്കിളിൽ പറയുന്നത്. അപ്പൊ റിയൽ ഷോക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ എപ്പോഴും വിചാരിക്കും ഷോക്സ് എന്ന് പറയുമ്പോൾ എന്തോ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ടെക്നോളജിയിൽ വരുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഷോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഷോക്ക് കേൾക്കാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ കറണ്ട് അടിക്കുക, അതെന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പക്ഷെ ഇക്കണോമിക്സിൽ നമ്മൾ ഷോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ആണ്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇപ്പൊ ടെക്നോളജി ഷോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ടെക്നോളജിയിൽ എന്തോ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ആയിരിക്കും നമ്മുടെ കണക്ഷൻ പോവുക. പക്ഷെ എക്കണോമിക്സിന്റെ ഷോക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്. അപ്പൊ ടെക്നോളജി പോസിറ്റീവിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിലും ടെക്നോളജിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ രണ്ടും എന്താണ്, ഷോക്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. പ്രൊഡക്ടിവിറ്റിയിലാണെങ്കിൽ സെയിം ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസിനസ് സൈക്കിളിന്റെ ബേസിക് റീസൺ എന്തായിരിക്കും, റിയൽ ഷോക്ക് ആയിരിക്കും. റിയൽ ഷോക്ക് എന്ന് പറയുമ്പോൾ ടെക്നോളജിയിലോ പ്രൊഡക്ടിവിറ്റിയിലോ ഉണ്ടാവുന്ന മാറ്റമായിരിക്കും, റാദർ ദാൻ മോണിറ്ററി ഫാക്ടേഴ്സ് കേട്ടോ. അതായത് മോണിറ്ററി ഫാക്ടേഴ്സിലുള്ള മാറ്റത്തിനേക്കാൾ കൂടുതൽ ടെക്നോളജിയിലും പ്രൊഡക്ടിവിറ്റിയിലും ഉണ്ടാകുന്ന മാറ്റമായിരിക്കും നമ്മുടെ ബിസിനസ് സൈക്കിളിനെ എഫക്ട് ചെയ്യുക എന്നാണ് ആര് പറയുന്നത്, റിയൽ ബിസിനസ് സൈക്കിളിൽ നമ്മുടെ കിറ്റ്ലാൻഡും അതുപോലെ തന്നെ പ്രസ്കോട്ടും പറയുന്നുണ്ടാവുക. ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ആർ ദ റിസൾട്ട് ഓഫ് ദി റാഷണൽ റെസ്പോണ്ട് ബൈ ദി ഇൻഡിവിജ്വൽ ആൻഡ് ദി ഫേം ടു റിയൽ ചേഞ്ച് ഇൻ ദി ഇക്കോണമി. ഇവിടെ നമ്മൾ എടുക്കുന്ന കൺസ്യൂമേഴ്സ് ആണെങ്കിലും ഇൻഡിവിജ്വൽസ് ആണെങ്കിലും എല്ലാവരും എന്തായിരിക്കും, റാഷണൽ എക്സ്പെക്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും കേട്ടോ. ദ പ്രൈമറി സോഴ്സ് ഓഫ് ദി ഫ്ലക്ച്വേഷൻ ഈസ് ടെക്നോളജിക്കൽ ചേഞ്ച് ഓർ പ്രൊഡക്ടിവിറ്റി ഷോക്സ് ആയിരിക്കും. ഇനിയിപ്പോ എന്താണ്, നമ്മുടെ റിസഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ബിസിനസ് സൈക്കിൾ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് അല്ലെ. അതിൽ നമുക്ക് ഇപ്പോൾ റിസഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കിറ്റ്ലാൻഡിന്റെയും അതുപോലെ തന്നെ പ്രസ്കോട്ടിന്റെ അഭിപ്രായത്തിൽ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഷോക്കും ഉണ്ടായിട്ടുണ്ട്. ഇക്കണോമിക് റിസഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡൗൺ ആവാണല്ലേ. ഈ ഡൗൺ ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ബേസിക് റീസൺ എന്താണ്, റിയൽ ഷോക്സ് ആണ്. റിയൽ ഷോക്സ് എന്ന് പറയുമ്പോൾ ടെക്നോളജിയോ പ്രൊഡക്ടിവിറ്റിയോ ആവാം. അപ്പൊ ഇവിടെ എന്താണ്, ടെക്നോളജിയിലും പ്രൊഡക്ടിവിറ്റിയിലും എന്തായിരിക്കും, നെഗറ്റീവ് എഫക്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്തിലേക്ക് പോവാ, റിസഷനിലേക്ക് പോവാം. ഇനി ടെക്നോളജിയിലും പ്രൊഡക്ടിവിറ്റിയിലും എന്തായിരിക്കും, പോസിറ്റീവ് എഫക്ട് ആണെങ്കിലായിരിക്കും നമ്മൾ എന്തിലേക്ക് പോകുന്നുണ്ടാവുക, എക്സ്പാൻഷനിലേക്ക് പോകുന്നുണ്ടാവുക. ഫ്ലക്ച്വേഷൻസ് ഇൻ ദി ഔട്ട്പുട്ട്, എംപ്ലോയ്മെന്റ് ആൻഡ് ദി ഇൻവെസ്റ്റ്മെന്റ് അറൈസ് ഫ്രം ദ റിയൽ ഇക്കണോമിക് ഫോഴ്സസ് റാദർ ദാൻ ഡിമാൻഡ് സൈഡ് ഡിസ്റ്റർബൻസ്. ടെക്നോളജി ഷോക്ക് ആയിരിക്കും ഇക്കണോമിയിൽ ഉണ്ടാവുന്ന ബിസിനസ് സൈക്കിളിന്റെ റീസൺ, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന ഷോക്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ ബിസിനസ് സൈക്കിൾ ഉണ്ടാവുന്നതിന്റെ റീസൺ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇനി റോൾ ഓഫ് മണി. ഇനിയിപ്പോ മണിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാണ്, അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഹാസ് ലിറ്റിൽ എഫക്ട് ഓൺ ദി റിയൽ ഔട്ട്പുട്ട് ഇൻ ദി ലോങ് റൺ. അതായത് ഇവിടെ മോണിറ്ററി പോളിസിയും അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസിയൊക്കെ എന്തായിരിക്കും, ഒരു ലിറ്റിൽ ആയിട്ടുള്ള എഫക്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ മണിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്തായിരിക്കും, ഒരു ലിറ്റിൽ എഫക്ട് ഓൺ ദി റിയൽ ഔട്ട്പുട്ട് ഇൻ ദി ലോങ് റൺ ആണ് പറയുന്നത്. ഇനി ഗവൺമെന്റ് ഇന്റർവെൻഷൻ വരാം. ഫിസിക്കൽ പോളിസി വരുന്ന സമയത്തായിരിക്കും ജനറലി അൺനെസസറി, അതായത് ഫിസിക്കൽ പോളിസിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ബിസിനസ് സൈക്കിൾ ആർ വ്യൂഡ് ആസ് എ എഫിഷ്യന്റ് റെസ്പോണ്ട് ടു ദി റിയൽ ഷോക്സ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയേക്കുക, ഇവിടെ മോണിറ്ററി പോളിസി ആണെങ്കിൽ അല്ലെ, മണി വിച്ച് റിലേറ്റഡ് ടു മോണിറ്ററി പോളിസി, അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസി ആണെങ്കിലും ഇവരുടെ റോള് വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇക്കണോമിയിലെ ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും വേണമല്ലേ ആ ഒരു ഡിസ്ഇക്വിലിബ്രിയം സോൾവ് ചെയ്യാൻ. ഈ രണ്ട് പോളിസി ഇല്ലാതെ നമുക്ക് പറ്റില്ല. മോണിറ്ററി പോളിസി ആണെങ്കിൽ നമ്മൾ റിപ്പോ, റിവേഴ്സ്, ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇതൊക്കെ യൂസ് ചെയ്യും. ഫിസിക്കൽ പോളിസി ആണെങ്കിൽ നമ്മൾ ടാക്സ്, എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ നമ്മുടെ
പബ്ലിക് ബോറോയിങ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലേ. എന്നാൽ ബിസിനസ് സൈക്കിൾ പറയുന്നത് എന്താണ്, ഈ മോണിറ്ററി പോളിസിന്റെയും ഫിസിക്കൽ പോളിസിന്റെയും ഒക്കെ എന്താണ് റോള് വളരെ കുറവാണെന്നാണ് ഈ ഒരു പോളിസിയിൽ പറയുന്നത്. മാത്രമല്ല ഇൻഡിവിജ്വൽ എന്തായിരിക്കും, റാഷണൽ ആയിരിക്കും. അവർ എപ്പോഴും അവരുടെ യൂട്ടിലിറ്റി മാക്സിമം ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നുണ്ടാവുക നമ്മുടെ കൺസ്യൂമേഴ്സ്. ഫേംസ് ആണെങ്കിലോ, ഫേംസ് ഇപ്പോൾ ഒരു ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഫേംസ് എന്ത് ചെയ്യും, അതിനെ അഡാപ്റ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും. ഇപ്പൊ എന്ത് ചെയ്യും, ഫേം മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആൻഡ് അഡ്ജസ്റ്റ് ദ പ്രൊഡക്ഷൻ അക്കോർഡിംഗ് ടു പ്രൊഡക്ടിവിറ്റി ചേഞ്ചസ്. ഇപ്പൊ ഫേംസ് ആണെങ്കിൽ എപ്പോഴായിരിക്കും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക, നല്ല ടെക്നോളജി നല്ല പ്രൊഡക്ടിവിറ്റി വരുന്ന സമയത്ത് ഫേംസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസ് സൈക്കിളിൽ എന്ത് ചെയ്യും, സൊല്യൂഷൻ വരും. നമ്മുടെ ഡിപ്രഷനിലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പാൻഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും. ഇനി ടെക്നോളജിയിലും പ്രൊഡക്ടിവിറ്റിയിലും എന്തായിരിക്കും നെഗറ്റീവ് എഫക്റ്റ് ആണെങ്കിൽ ആരെന്ത് ചെയ്യില്ല, നമ്മുടെ ഫേംസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഡൗൺ ആയിട്ട് മാറുന്നതിന് കാരണമാവും. അപ്പൊ ഇവിടെ ബിസിനസ് സൈക്കിളിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ്, റിയൽ ഷോക്സ് ആണ്. റിയൽ ഷോക്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ടെക്നോളജിയിലും പ്രൊഡക്ടിവിറ്റിയിലും വരുന്ന എന്താണ് മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ഷോക്സ് എന്ന് പറയുന്നത്. ഇനി ടെക്നോളജിയും പ്രൊഡക്ടിവിറ്റിയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ് സൈക്കിളിൽ എക്സ്പാൻഷൻ പാത്തിലേക്ക് പോകും. ഇനി ടെക്നോളജിയും പ്രൊഡക്ടിവിറ്റിയും ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു റിസഷൻ പാത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇവിടെ നമ്മുടെ മോണിറ്ററി പോളിസി ആണെങ്കിലും ഫിസിക്കൽ പോളിസി ആണെങ്കിലും വളരെ ചെറുതായിട്ടുള്ള ഒരു എന്താണ്, ഒരു സ്വാധീനം മാത്രമായിരിക്കും ഇവിടെ ചെലുത്തുന്നുണ്ടാവുക. അപ്പൊ ഇതിനാണ് ബേസിക്കലി നമ്മൾ എന്ത് പറയുന്നത്, റിയൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്, വിച്ച് റിലേറ്റഡ് ടു കിൻലാൻ ആൻഡ് എഡ്വേർഡ് സി പ്രസ്കോട്ട് ആണ് ഇവിടെ നമ്മൾ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ളത് അല്ലെ. റിയൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് എന്തിന്റെ കാരണമാവും, റിയൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഈ തിയറി പറയുന്നത് ഇക്കണോമിയിൽ ബിസിനസ് സൈക്കിൾ ഉണ്ടാകുന്ന റിയൽ ഷോക്ക് കാരണമാണ്. ഈ റിയൽ ഷോക്ക് ആണ് ബിസിനസ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ആ ഷോക്ക് എന്താണ്, പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, ടെക്നോളജി കൂടുന്നുണ്ടെന്ന് പറയാം. ടെക്നോളജി കൂടുമ്പോൾ ഔട്ട്പുട്ട് കൂടും, ഔട്ട്പുട്ട് കൂടുമ്പോൾ നമ്മൾ എക്സ്പാൻഷൻ പാത്തിലേക്ക് പോകും. ഇനി ആ ടെക്നോളജി, ആ ഒരു ഷോക്ക് നെഗറ്റീവ് ആണെങ്കിൽ ടെക്നോളജി കുറയും, പ്രൊഡക്ടിവിറ്റി കുറയും, ഔട്ട്പുട്ട് കുറയും, നമ്മൾ എന്ത് ചെയ്യും, റിസഷൻ പാത്തിലേക്ക് പോകും. ഇതാണ് എന്ത് ചെയ്യുന്നത്, റിയൽ ബിസിനസ് സൈക്കിൾ തിയറി എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ അല്ല, പോളിസി ഇൻഎഫക്റ്റീവ്നെസ് ഉണ്ട്, ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ഉണ്ട്. പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ കൊണ്ടുവന്നിട്ടുള്ള തോമസ് ഐ സർജനും അതുപോലെ തന്നെ നെയിൽ വാലിസും ആണ്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്, ഇപ്പൊ ഒരു മോണിറ്ററി പോളിസി ഒരു ഫിസിക്കൽ പോളിസി വരുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്, ഇക്കണോമിയിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ പോളിസിയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ പോളിസിയിൽ വരുന്ന ഒരു എക്സ്പെക്ടേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, വല്ലാണ്ട് കണ്ട് റിയാക്ട് ചെയ്യില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്താ ഫോർ എക്സാമ്പിൾ ആയിട്ട്, നമുക്കിപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ മഴക്കാറുള്ള സമയത്ത് മഴ വരാനുള്ള സാധ്യത ഉണ്ട് നമുക്കറിയാം അല്ലെ. ഇപ്പൊ മഴക്കാറുള്ള സമയത്ത് മഴ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിനോട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ അതിനോട് അഡാപ്റ്റീവ് ആയിട്ട് കഴിഞ്ഞു അല്ലെ. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു എന്തുണ്ടാവില്ല, വലിയ അത്ഭുതം ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തതാ. ഇതുപോലെ പോളിസിയിൽ ഒരു മാറ്റം വരുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പോളിസിയിൽ എന്ത് മാറ്റം വന്നു കഴിഞ്ഞാലും ഇക്കണോമിയിൽ എന്ത് ചെയ്യില്ല, അത് എഫക്ട് ചെയ്യില്ല. എപ്പോഴാണ് ഇക്കണോമിയിൽ എഫക്റ്റ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മാറ്റം, അൺആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി പോളിസിയോ ഫിസിക്കൽ പോളിസിയോ വരുമ്പോഴായിരിക്കും ഇക്കണോമിയിൽ അത് മാറ്റം ഉണ്ടാവുക. ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി പോളിസിയോ ഫിസിക്കൽ പോളിസിയോ വരുന്ന സമയത്ത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മോണിറ്ററി പോളിസിയോ ഫിസിക്കൽ പോളിസിയോ വരുന്ന സമയത്ത് അത് ഇക്കണോമിയിൽ മാറ്റം ഉണ്ടാവില്ല, കാരണം നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ എന്ത് ചെയ്യും, നമ്മളതൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തും. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു മാറ്റം ഇക്കണോമിയിൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, അത് ഇക്കണോമിയെ ബാധിക്കും. ഇതിനെ കുറിച്ച് പറയുന്നതാണ് ആക്ച്വലി എന്ത്, പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. തോമസ് ജെ സർജനും അതുപോലെ തന്നെ നെയിൽ വാലസും ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത്. ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആണ്. ഇഫ് പീപ്പിൾ ഹാവ് ദ റാഷണൽ എക്സ്പെക്ടേഷനും അഡാപ്റ്റീവ് എക്സ്പെക്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ലേ. ഇപ്പൊ റാഷണൽ എക്സ്പെക്ടേഷൻ ആണെങ്കിൽ നമുക്ക് പാസ്റ്റുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് അറിയുന്നുണ്ടാവും. മാത്രമല്ല പ്രസന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും നമ്മൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഒരു കാര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഇതിനാണ് നമ്മൾ റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയാം. എന്താണ്, പാസ്റ്റിലുള്ളത് നമുക്ക് അറിയാൻ പറ്റും, പ്രസന്റിലുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെക്ട് ചെയ്യുക. ഇതിനാണ് നമ്മൾ റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയാം. ഇനി അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റിലുള്ള അതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ
കഴിഞ്ഞ കൊല്ലം ഇൻഫ്ലേഷൻ റേറ്റ് 4% ആണെങ്കിൽ ഈ കൊല്ലം 4% ആയിരിക്കും, അടുത്ത കൊല്ലം 4% ആയിരിക്കും. ഇതാണ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ. പാസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്യല്, പ്രസന്റിൽ വരാം. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാം, അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയാം. റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ കറന്റ് ഉള്ള സിനാരിയോ നമ്മൾ ആലോചിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ കൊല്ലം എന്താണ് 4% ആണ് ഇൻഫ്ലേഷൻ റേറ്റ്. ഈ കൊല്ലം നമ്മൾക്ക് കൊറോണ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ സമയത്ത് നമ്മൾ ആലോചിക്കുകയാണ്, കഴിഞ്ഞ കൊല്ലം 4% ഇൻഫ്ലേഷൻ റേറ്റ്, ഈ കൊല്ലാണെങ്കിൽ കൊറോണ ഒക്കെ വന്നിട്ടുമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യണം, ഒരു 6% നമ്മൾ ഇൻഫ്ലേഷൻ അടുത്ത കൊല്ലം എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താണ്, കഴിഞ്ഞ കൊല്ലത്തതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു, ഈ കൊല്ലത്തും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഇഫ് പീപ്പിൾ ഹാവ് ദ റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ പീപ്പിളിന് എന്തുണ്ട്, പാസ്റ്റത്തെ ഇൻഫോർമേഷൻ അവൈലബിൾ ആണ്, പ്രസന്റ് ഇൻഫോർമേഷൻ അവൈലബിൾ ആണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാണ് റാഷണൽ എക്സ്പെക്ടേഷൻ കേട്ടോ. ആന്റിസിപ്പേറ്റഡ് മോണിറ്ററി പോളിസി കനോട്ട് സിസ്റ്റമാറ്റിക്കലി ഇൻഫ്ലുവൻസ് ദ റിയൽ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. അതായത് റാഷണൽ എക്സ്പെക്ടേഷനിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ പ്രതീക്ഷിക്കാണ് എന്താണ് ഇങ്ങനെ ഒരു മോണിറ്ററി പോളിസി വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മോണിറ്ററി പോളിസിയാണ് വരുന്നതെങ്കിൽ അത് ഒരു കാരണവശാലും ഔട്ട്പുട്ടിലോ എംപ്ലോയ്മെന്റിലോ മാറ്റം ഉണ്ടാകില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റീസും നമ്മുടെ കൺസംഷൻ പാറ്റേണും നമ്മുടെ സേവിങ് പാറ്റേൺ ഒക്കെ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അതൊരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഔട്ട്പുട്ടിലെ എംപ്ലോയ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. Individual and the firm use all the available information to predict the government policy and they adjust their behavior accordingly. അതായത് ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പാസ്റ്റുള്ള ഇൻഫോർമേഷൻ അറിയാം, പ്രസന്റുള്ള എല്ലാം അറിയാം. മാത്രമല്ല ഫ്യൂച്ചറിൽ ഫിസിക്കൽ പോളിസി ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. മാത്രമല്ല മോണിറ്ററി പോളിസി ഫ്യൂച്ചറിൽ ബാങ്ക് റേറ്റ് ഇത്ര കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ എന്താ റിപ്പോ റേറ്റ് ഇത്ര കുറയ്ക്കാനുള്ള സാധ്യത ഉണ്ട്, അത് കുറയ്ക്കാനോ കൂട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മോണിറ്ററി പോളിസി, പെട്ടെന്ന് RBI അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ച് കൊണ്ടുവരാണെങ്കിൽ അത് എന്ത് ചെയ്യില്ല, എംപ്ലോയ്മെന്റിനും ഔട്ട്പുട്ടിനൊന്നും എഫക്ട് ചെയ്യില്ല. കാരണം എന്താണ്, പോളിസി, ഗവൺമെന്റ് പോളിസി ആൻഡ് ദി അഡ്ജസ്റ്റ് ദെയർ ബിഹേവിയർ അക്കോർഡിംഗ്ലി. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി നമ്മുടെ ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ദ എക്സ്പെക്റ്റഡ്, ആന്റിസിപ്പേറ്റഡ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. മോണിറ്ററി പോളിസി ഈസ് ഇൻഎഫക്റ്റീവ് ഇൻ ചേഞ്ച് ദ റിയൽ ഇക്കണോമിക് വേരിയബിൾ. അല്ലെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി ഉണ്ടെങ്കിൽ ബേസിക്കലി അതെന്തേക്കും, ഇൻഎഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഇക്കോണമിയിൽ വരുത്തുന്നുണ്ടാവുക. അല്ലെ, ഓൺലി അൺഎക്സ്പെക്റ്റഡ് മോണിറ്ററി ഷോക്ക് ക്യാൻ ടെമ്പറലി എഫക്ട് ദ ഔട്ട്പുട്ട് ആൻഡ് ദി എംപ്ലോയ്മെന്റ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മൂവ് ആണ് ആര് നടത്തുന്നത്, RBIയോ അല്ലെങ്കിൽ ഗവൺമെന്റോ നടത്തുന്നെങ്കിൽ നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ല. അതൊരു ടെമ്പററി, അല്ലെ, താൽക്കാലികമായിട്ടുള്ള ഒരു എഫക്റ്റ് എങ്കിലും എന്തിൽ നടത്തും, എന്തിലുണ്ടാക്കും, നമ്മുടെ എംപ്ലോയ്മെന്റിലോ ഔട്ട്പുട്ടിലോ ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ. ദ മോണിറ്ററി പോളിസി എഫക്ട് ഓൺലി ദ നോമിനൽ വേരിയബിൾ. മാത്രമല്ല മോണിറ്ററി പോളിസി എന്തായിരിക്കും, നോമിനൽ വേരിയബിൾ ആയിട്ടുള്ള പ്രൈസ്, വേജിനെ മാത്രമായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക. റിയൽ വേരിയബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് എംപ്ലോയ്മെന്റ് ഒന്നും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക. ഇത് സെയിം നമ്മുടെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി ആണല്ലേ. നമ്മൾ PV = to MB = PT നമ്മൾ പഠിച്ചിട്ടില്ലേ, ഫിഷർ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇക്വേഷൻ ഓഫ് എക്സ്ചേഞ്ച്. അതിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, മണി സപ്ലൈ മാറ്റം ഉണ്ടെങ്കിൽ പ്രൈസിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ, നമ്മുടെ വിയും ടിയും കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെ, ന്യൂട്രാലിറ്റി ഓഫ് മണിയിൽ പറഞ്ഞിട്ടില്ലേ, എന്താണ് നമ്മുടെ റിയൽ വേരിയബിൾസും അതുപോലെ തന്നെ നോമിനൽ വേരിയബിൾസും പരസ്പരം ഇൻഡിപെൻഡന്റ് ആണ്, പരസ്പരം എഫക്ട് ചെയ്യില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. മോണിറ്ററി പോളിസിയിൽ എന്തെങ്കിലും മാറ്റം വരാണെങ്കിൽ അത് പ്രൈസിനെയും അതുപോലെ തന്നെ നോമിനൽ വേജിനൊക്കെ തന്നെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടാവുക. റിയൽ വേരിയബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ എംപ്ലോയ്മെന്റ് അത് എഫക്ട് ചെയ്യുന്നുണ്ടാവില്ല. ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ദ സിസ്റ്റമാറ്റിക് സ്റ്റെബിലൈസേഷൻ പോളിസീസ് ആർ ലാർജ്ലി ഇൻഎഫക്റ്റീവ്. അല്ലെ, ദി ഇക്കണോമിക് ഏജന്റ് ക്വിക്ലി അഡ്ജസ്റ്റ് ദർ എക്സ്പെക്ടേഷൻ ന്യൂട്രലൈസിങ് ദ എഫക്ട് ഓഫ് ദി ആന്റിസിപ്പേറ്റഡ് പോളിസി ആക്ഷൻ. അപ്പൊ സിമ്പിൾ ആണ് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോളിസി എഫക്ട് ഇക്കണോമിയിൽ വരാണെങ്കിൽ അത് ഒരു തരത്തിലുള്ള മാറ്റവും എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ടിലോ എംപ്ലോയ്മെന്റിലോ ഇക്കണോമിയിൽ ഉണ്ടാക്കില്ല. കാരണം നമ്മൾ അത് ഓൾറെഡി പ്രതീക്ഷിച്ചു, നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനാണ് നമ്മൾ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ് ദാറ്റ് when individual form a rational expectation എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഇൻഫോർമേഷനും പ്രസന്റ് ഇൻഫർമേഷൻ, ആന്റിസിപ്പേറ്റഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കേട്ടോ, ആന്റിസിപ്പേറ്റഡ് മോണിറ്ററി ഓർ ദ ഫിസിക്കൽ പോളിസി കനോട്ട് സിസ്റ്റമാറ്റിക്കലി എഫക്ട് ദ റിയൽ ഔട്ട്പുട്ട് ഓർ ദി എംപ്ലോയ്മെന്റ്. ഓൺലി അൺഎക്സ്പെക്റ്റഡ് പോളിസി, അല്ലെ, മോണിറ്ററി പോളിസിയിലോ ഫിസിക്കൽ പോളിസിയിലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പോളിസി ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ റിയൽ എഫക്ട് ഉണ്ടാക്കും, ഔട്ട്പുട്ടിലോ എംപ്ലോയ്മെന്റിലോ ചെറിയ രീതിയിലുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാം, പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് പോളിസി ആണെങ്കിൽ നോ റിയൽ എഫക്റ്റ് ആയിരിക്കും, അൺഎക്സ്പെക്റ്റഡ് പോളിസി ആണെങ്കിൽ ടെമ്പററി റിയൽ എഫക്റ്റ് ആയിരിക്കും.
പോളിസി ഇൻഎഫക്റ്റീവ് പ്രൊപ്പോസിഷൻ വരുന്നത് എന്തിൽ നിന്നാണ്? നമ്മുടെ റാഷണൽ എക്സ്പെക്ടേഷൻ. നമുക്ക് പണ്ടത്തെ ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് ബോധവാന്മാരാണ്. മാത്രമല്ല ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ആന്റിസിപ്പേറ്റഡ് പോളിസി വരാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ദർ ഇസ് എ പോളിസി ഇൻഎഫക്റ്റീവ് പ്രൊപ്പോസിഷൻ എന്ന് പറയാം. ഇത് കൊണ്ടുവന്നിട്ടുള്ള ന്യൂ ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള തോമസ് ജെ സർജനും അതുപോലെ തന്നെ നെയിൽ ബാലൻസും ആണ്. ക്ലിയർ ആണോ ഈ കോൺസെപ്റ്റ്? ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലേ ത്രൂ ഔട്ട് ബ്രേക്ക് ആവുന്ന ഞാൻ വിചാരിക്കുള്ളൂ. റെസ്പോണ്ട് കരോ. ഓക്കെ ആണ് മാം. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ദ മോണിറ്ററി ബേസ് ഓഫ് ഇക്കോണമി. എന്താണ് മോണിറ്ററി ബേസ് എന്ന് പറയുന്നത്? മോണിറ്ററി ബേസിന് ഞാൻ ക്ലൂ തരാം. മോണിറ്ററി ബേസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരുന്ന അറിയാം? മോണിറ്ററി ബേസിന് നമുക്ക് ഹൈപ്പവേർഡ് മണി എന്ന് വിളിക്കാം. ഹൈപ്പവേർഡ് മണി നമ്മൾ എച്ച് എന്ന് വിളിക്കും കേട്ടോ. അതുപോലെ തന്നെ റിസർവ് മണി എന്ന് വിളിക്കാം. ഇതാണ് നമ്മുടെ മോണിറ്ററി ബേസ് എന്ന് പറയുന്നത്. മോണിറ്ററി ബേസ് കാണാനുള്ള ഇക്വേഷൻ ഏതാ? ഓപ്ഷൻ എ ബി സി ഡി ഏതാ വരാം? വേഗം പറയൂ. ഓപ്ഷൻ എ ബി സി ഡി. ഹൈപ്പവേർഡ് മണി മണി സപ്ലൈ രണ്ടും ഡിഫറെന്റ് ആട്ടോ. ഹൈപ്പവേർഡ് മണി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് ശരിക്കും നമ്മൾ എത്രയാണോ അടിച്ചിറക്കുന്നത് ദാറ്റ് ഇസ് കോൾഡ് ദി ഹൈപ്പവേർഡ് മണി. മണി സപ്ലൈ എന്ന് പറയുന്നത് ഹൈപ്പവേർഡ് മണിയിൽ നിന്ന് നമ്മൾ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റോ ലോൺസോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മണി സപ്ലൈ. നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ ക്രെഡിറ്റ് ക്രിയേഷൻ കപ്പാസിറ്റി ഓഫ് ദി കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പൊ ഇതിലേതാ കറക്റ്റ് ആൻസർ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും പറഞ്ഞേ. വേഗം പോരട്ടെ. സിമ്പിളാ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാ. എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടെ, ഞാൻ എന്തായാലും വരാം. ചാറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഇട്ടെ. എ പറയുന്നവരുണ്ട്. ഓ, നിങ്ങൾ ഇവിടെ ചാറ്റ് ബോക്സ് ഫുൾ ആക്റ്റീവ് ആണല്ലേ, പക്ഷെ ഞാൻ ഈ ചാറ്റ് ബോക്സ് കാണുന്നില്ല. എ പറയുന്നവരുണ്ടല്ലേ. ഓക്കെ ഓക്കെ. കറക്റ്റ് ആൻസർ എ ആട്ടോ. കാരണം ഹൈപ്പവേർഡ് മണി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, കറൻസി ഹെൽഡ് ഇൻ ദി പബ്ലിക് പ്ലസ് എന്തായിരിക്കും? റിസർവ്സ് ആയിരിക്കും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? ഹൈപ്പവേർഡ് മണി എന്ന് വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. നോക്കുകയാണെങ്കിൽ സോ ദ എമൗണ്ട് ഓഫ് കറൻസി ഹെൽഡ് ബൈ ദി പബ്ലിക് ആൻഡ് ബൈ ദ ബാങ്ക്സ് ആസ് റിസർവ് ട്ടോ. ഇത് രണ്ടും കൂടുന്നതാണ് നമ്മുടെ എന്ത് പറയുന്നത്? നമ്മുടെ മോണിറ്ററി ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ മോണിറ്ററി ബേസ് എന്നും ഹൈപ്പവേർഡ് മണി എന്നും റിസർവ് മണി എന്നും എച്ച് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെയിം ആണ് കേട്ടോ. കറൻസി ഹെൽഡ് ഇൻ ദി പബ്ലിക് പ്ലസ് എന്തായിരിക്കും? ടോട്ടൽ റിസർവ് കേട്ടോ. ഈ റിസർവിനെ ചിലപ്പോൾ നമ്മൾ റിക്വയർഡ് റിസർവ് എന്നും അതുപോലെ തന്നെ എക്സസ് റിസർവ് എന്നും പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഈ റിസർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നിർബന്ധമായിട്ട് വെക്കേണ്ട റിസർവ് അല്ലെ, ബാങ്ക്സ് നിർബന്ധമായിട്ട് വെക്കേണ്ട റിസർവ്സും എക്സസ് ആയിട്ട് വരുന്ന റിസർവും കൂടെ ചേർന്നിട്ടുള്ളതാണ് എന്ത്? ഹൈപ്പവേർഡ് മണി കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ സി പ്ലസ് ആർ ആർ പ്ലസ് ഇ ആർ എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. റിസർവ് പ്ലസ് എന്തായിരിക്കും? കറൻസി ഹെൽഡ് ഇൻ ദി പബ്ലിക് ആണ് ആക്ച്വലി എന്ത്? ഹൈപ്പവേർഡ് മണി എന്ന് പറയുന്നത്. ഇനി എമൗണ്ട് ഓഫ് കറൻസി ഹെൽഡ് ഇൻ ദി പബ്ലിക് ബൈ ദി കൊമേഴ്ഷ്യൽ. സോ ഇതാണ് നമ്മുടെ ഹൈപ്പവേർഡ് മണി. ഓപ്ഷൻ ബി നോക്കാം. എമൗണ്ട് കറൻസി ഹെൽഡ് ഇൻ ദി പബ്ലിക് ആൻഡ് ദി ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഇതാണ് ആക്ച്വലി എന്ത് പറയുന്നത്? നമ്മുടെ എന്തിൽ പറയുന്നത്? M1 ആയിട്ട് പറയുന്നത് കേട്ടോ. M1 ബേസിക്കലി നമുക്ക് എന്തുണ്ട്? കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് എന്തുണ്ടായിരിക്കും? അതർ ഡെപ്പോസിറ്റും കൂടെ ഉണ്ടാവും കേട്ടോ. കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് അതർ ഡെപ്പോസിറ്റ് ചേരുന്നതാണ് എന്ത്? നമ്മുടെ എന്ത് പറയുന്നത്? M1 എന്ന് പറയുന്നത് കേട്ടോ. ഇനി ദ കറൻസി ഹെൽഡ് ഇൻ ദി പബ്ലിക് ആൻഡ് ദി ടൈം ഡെപ്പോസിറ്റ്, ഇതിനാണ് നമ്മൾ ബ്രോഡ് മണി എന്ന് പറയുന്നത്. ബ്രോഡ് മോണിറ്ററി അഗ്രിഗേറ്റ് എന്നൊക്കെ പറയുന്നത് M3 ആണ് കേട്ടോ. ഇത് കറൻസി ഹെൽഡ് ഇൻ ദി പബ്ലിക്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് അതർ ഡെപ്പോസിറ്റ് പ്ലസ് ടൈം ഡെപ്പോസിറ്റ് ചേരുന്നതാണ് ആക്ച്വലി എന്ത്? നമ്മുടെ M3 എന്ന് പറയുന്നത്. കറൻസി മാത്രമല്ല കേട്ടോ, കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് എന്തായിരിക്കും? അതർ ഡെപ്പോസിറ്റ് പ്ലസ് എന്തായിരിക്കും? നമ്മുടെ ടൈം ഡെപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. അതായത് M1 പ്ലസ് എന്താണ്? ടൈം ഡെപ്പോസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രോഡ് മണി എന്ന് വിളിക്കുക. M1 പ്ലസ് ടൈം
ഡെപ്പോസിറ്റ് നമ്മൾ ബ്രോഡ് മണി എന്ന് വിളിക്കുന്നുണ്ടാവാം കേട്ടോ. കാരണം M3 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മണി സപ്ലൈ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് RBI യൂസ് ചെയ്യുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് M3 ആണ് കേട്ടോ. സോ ദാറ്റ് ഈസ് കോൾഡ് ദി ബ്രോഡ് മണി. ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു ടേം ആയിരിക്കും കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കൂടുതൽ പൈസ കയ്യിൽ വെക്കും. എന്താണ്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം കൂടുതൽ പൈസ എന്ത് ചെയ്യും, കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ കയ്യിൽ വെക്കുന്ന അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മൾ കയ്യിൽ വെക്കുന്നതുമായിട്ടുള്ള റേഷ്യോനാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. D/C ആണ്. D എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. C എന്ന് പറയുന്നത് കറൻസി ഹെൽഡ് ഇൻ ദി പബ്ലിക് ആണ്. അപ്പോൾ കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ദ റേഷ്യോ ഓഫ് ദി കറൻസി ഹെൽഡ് ബൈ ദി പബ്ലിക് ടു ദി ബാങ്ക് ഡെപ്പോസിറ്റ് ആൻഡ് ഇൻഡിക്കേറ്റ് ദ പബ്ലിക് പ്രിഫറൻസ് ഫോർ ദ ക്യാഷ് റിലേറ്റഡ് ടു ഡെപ്പോസിറ്റ്. അതായത് ഹൗ മച്ച് ക്യാഷ് പീപ്പിൾ പ്രിഫർ ടു ഹോൾഡ് ദി കമ്പയർ ടു ദി ബാങ്ക് ഡെപ്പോസിറ്റ്. അതായത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം എത്ര പൈസ നമ്മൾ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രൊപ്പോർഷനെ കാണിക്കുന്നതാണ് എന്ത്, കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ. ഇനി കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ കൂടുതലാണെങ്കിൽ അതിനർത്ഥം നമ്മൾ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ പൈസ വെക്കുന്നുണ്ട്. എന്തിനേക്കാൾ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ. ഇനി കറൻസി ഡെപ്പോസിറ്റ് റേഷ്യോ എന്ത് ചെയ്യാണ്, കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്തായിരിക്കും, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിരിക്കും. കയ്യിൽ വെക്കുന്നതിനേക്കാൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്രിഫറൻസ് ചെയ്യുന്നുണ്ടാവും. ക്ലിയർ? സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. പെട്ടെന്നൊന്ന് നോക്കി ആൻസർ പറഞ്ഞേ. പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി കേട്ടിട്ടുണ്ടോ? വെരി ഇൻട്രസ്റ്റിംഗ് തിയറി ആട്ടോ ഇത്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ചാറ്റ് ബോക്സിൽ ഇട്ടോ, കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരാം. കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് പാരഡോക്സ് ത്രിഫ്റ്റ് വാസ് പോപ്പുലറൈസ്ഡ് ബൈ ജെയിം കെയ്ൻസ്. ജെയിം കെയ്ൻസ് ആണോ പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി കണ്ടുപിടിച്ചത്? ആൻഡ് ഇറ്റ് സ്റ്റേറ്റ് ദ പേഴ്സണൽ സേവിങ് ക്യാൻ ബി ഡിറ്റർമെന്റൽ ഓഫ് ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത്. അതായത് നമ്മൾ പേഴ്സണൽ ആയിട്ട് സേവ് ചെയ്യുന്നത് ഓവറോൾ ഇക്കണോമിക് ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നതാണ് പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി പറയുന്നത്. ഇത് കറക്റ്റ് ആണോ? ഇറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ഗ്രോത്ത് ആൻഡ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഔട്ട്പുട്ട് ഗ്രോത്തും റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് തമ്മിലുള്ള തിയറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, പാരഡോക്സ് ആണോ? ദ ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള തിയറിനെ നമ്മൾ വിളിക്കുന്ന പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി എന്നാണോ? ഇറ്റ് സ്റ്റേറ്റ് ദ ഇൻഡിവിജ്വൽ സേവിംഗ് ഡ്യൂറിംഗ് ദ ഇക്കണോമിക് റിസഷൻ ലീഡ്സ് ടു ദ ഫോൾ അഗ്രിഗേറ്റഡ് ഡിമാൻഡ്. റിസഷന്റെ ടൈമിൽ ഓരോ വ്യക്തികളും സേവ് ചെയ്യുകയാണെങ്കിൽ അത് ഇക്കണോമി എന്ത് ചെയ്യും, സോറി, നമ്മുടെ ഇക്കണോമിയിലെ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കുറയുന്നതിന് കാരണമാവും. ഇതിനെപ്പറ്റി പറയുന്നതാണ് പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി. ഇതിൽ ഏതൊക്കെയായിരിക്കും കറക്റ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഡി ആണ് പറയുന്നുണ്ട്. ABD ABE അല്ലേ? ഓക്കെ, ABE. എനി അതേഴ്സ്? ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ ഡി ആണ് കേട്ടോ. വെരി ഗുഡ്, സ്നേഹ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു കോട്ടാണ് ആലോചിക്കേണ്ടത്. മോർ സേവിങ് ലീഡ്സ് ടു ദ ലെസ് സേവിങ്. എന്താണ്? മോർ സേവിങ് ലീഡ്സ് ടു ദ ലെസ് സേവിങ്. നിങ്ങൾ കുറേ സേവ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിന് കാരണമാവും? ലെസ് സേവിങ്ങിലേക്ക് കാരണമാവുന്നതാണ് പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം ഇത് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്, ഇത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ആരാണ്? നമ്മുടെ JM കെയ്ൻസ് ആണ്. കാരണം എന്താണ്? JM കെയ്ൻസ് എപ്പോഴും പറയുന്നത് നിങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ, നിങ്ങൾ കൺസ്യൂം ചെയ്യാനാണ്, റാദർ ദാൻ യുവർ സേവിങ്. നിങ്ങൾ കൂടുതൽ സേവ് ചെയ്യുകയാണെങ്കിൽ അത് ലെസ്സർ സേവിങ്ങിലേക്ക് പോകുന്നതാണ് ആര് പറയുന്നത്? നമ്മുടെ JM കെയ്ൻസ് പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ സേവ് ചെയ്യുമ്പോൾ അത് ലെസ്സർ സേവിങ്ങിലേക്ക് മാറുക? അല്ലെങ്കിൽ നിങ്ങൾ കുറേ സേവ് ചെയ്ത് വെക്കുന്ന സമയത്ത് പിന്നീട് എങ്ങനെയാണ് അത് കുറവ് സേവിങ്ങിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് പാരഡോക്സ് ത്രിഫ്റ്റ് തിയറിയിൽ പറയുന്നത്. അതായത് നിങ്ങളുടെ കൺസംഷൻ നിങ്ങൾ കുറച്ചുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പണ്ട് നിങ്ങൾ ഒരു 1000 രൂപക്ക് നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ 1200 രൂപയാണ് നിങ്ങളുടെ സാലറി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേജ് എന്ന് വിളിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു? പണ്ട് 1000 രൂപക്ക് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആകെ എന്ത് ചെയ്തിട്ടുള്ളൂ? ഒരു 200 രൂപ മാത്രമേ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ 1000 രൂപയുടെ കൺസംഷൻ നടത്തുമ്പോൾ 1000 രൂപയുടെ പ്രൊഡക്ഷൻ ഇക്കണോമിയിൽ ഉണ്ടാകുന്നു. 1000 രൂപയുടെ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ഇക്കണോമിയിൽ 1000 രൂപയുടെ എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നു. 1000 രൂപയുടെ എംപ്ലോയ്മെന്റ് ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? ആളുകൾക്ക് വീണ്ടും ഇൻകം കിട്ടുന്നു, വീണ്ടും പ്രൊഡക്ഷൻ കൂടുന്നു, വീണ്ടും ഇൻകം, വീണ്ടും പ്രൊഡക്ഷൻ. ഓക്കെ,
ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 1000 രൂപയിൽ നിന്ന് നിങ്ങൾ ആലോചിക്കുക കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കാൻ. നിങ്ങൾ ഓരോ ഇൻഡിവിജ്വലിന്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഉള്ളിൽ വിചാരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്, 1000 രൂപ കൺസ്യൂം ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചാൽ 1000 രൂപ സേവ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ 200 രൂപ കൺസ്യൂം ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, 200 രൂപേന്റെ പ്രൊഡക്ഷൻ ഇക്കണോമിൽ ഉണ്ടാവുള്ളൂ, 200 രൂപേന്റെ എംപ്ലോയ്മെന്റ് ഇക്കണോമിൽ ഉണ്ടാവുള്ളൂ. 200 രൂപേന്റെ എംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, 200 രൂപേന്റെ എന്തായിരിക്കും, ഇൻകം ജനറേഷൻ ആയിരിക്കും, ഫെർദർ ജനറേഷനിലേക്ക് കാരണമാവുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, നിങ്ങളുടെ കൺസംഷൻ കുറച്ചുകൊണ്ട് നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ പണ്ട് കൺസ്യൂം ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ മേഖലയിൽ പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ അവിടെ ആളുകളുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം കുറയും. അവർക്ക് കിട്ടുന്ന ഇൻകം കുറയുന്ന സമയത്ത് എഗെയിൻ അവർ സേവ് ചെയ്യുന്നത് കുറയില്ലേ. നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു, കൂടുതൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൺസംഷൻ കുറച്ചത്. പക്ഷെ നിങ്ങൾ സേവിങ് കൂടുതൽ ചെയ്ത സമയത്ത് നിങ്ങളുടെ കൺസംഷൻ കുറച്ച സമയത്ത് എന്താ സംഭവിച്ചത്, നിങ്ങളുടെ കൺസംഷൻ കുറച്ച സമയത്ത് എന്ത് സംഭവിച്ചു, പ്രൊഡക്ഷൻ കുറഞ്ഞു. കാരണം നിങ്ങൾ കൺസ്യൂം ചെയ്താലല്ലേ ആളുകൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ, പ്രൊഡ്യൂസറിന് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ കൺസംഷൻ കുറച്ച് വാട്ടെവർ നിങ്ങൾ എന്ത് ബൈ ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന പഞ്ചസാര, ചായപ്പൊടി, വാട്ടെവർ നിങ്ങൾ എന്ത് ചെയ്യാണ്, കൺസ്യൂം ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ ആ മേഖലയിൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് കുറയും. ഇപ്പൊ ഷുഗർ ഫാക്ടറിയിൽ എന്തായിരിക്കും, പഞ്ചസാരന്റെ പ്രൊഡക്ഷൻ കുറയും, അല്ലെങ്കിൽ ടീ ഫാക്ടറിയിൽ ആ ഒരു ചായപ്പൊടിന്റെ പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും ആളുകൾക്ക്. ഈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്ന സമയത്ത് എന്തായിരിക്കും, അവർക്ക് എന്തായിരിക്കും, ഇൻകം കുറയും. അൾട്ടിമേറ്റ്ലി നമുക്കറിയാം ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് കാരണമാവും, നമ്മുടെ സേവിങ്സ് കുറയും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഷുഗർ ഫാക്ടറിയുള്ള ആളുകൾ മാത്രമാണ് ഇത് എഫക്ട് ചെയ്യാന്നല്ലേ, കാരണം ഷുഗർ അല്ലേ നമ്മൾ വാങ്ങുന്നത് കുറയ്ക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇക്കണോമിക്സിലെ എല്ലാ സെക്ടേഴ്സും ഇന്റർ കണക്റ്റഡ് ആണ്. അഗ്രികൾച്ചർ ആണെങ്കിലും ഇൻഡസ്ട്രിയൽ ആണെങ്കിലും സർവീസ് സെക്ടർ ആണെങ്കിലും എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ ISLM അനാലിസിസിൽ പഠിച്ചിട്ടില്ലേ, ഈവൻ മണി മാർക്കറ്റും പ്രൊഡക്റ്റ് മാർക്കറ്റും എന്താണ്, പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. ഇതാണ് നമ്മൾ ISLM അനാലിസിസിൽ പഠിക്കുന്നത് അല്ലേ. ഗുഡ്സ് മാർക്കറ്റിന്റെയും അതുപോലെ തന്നെ മണി മാർക്കറ്റിന്റെയും കേർവ്സുകൾ കൂട്ടിമുട്ടുന്നു, അവർ പരസ്പരം എന്ത് ചെയ്യുന്നു, ഇക്വലിബ്രിയം ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റും നാഷണൽ ഇൻകം ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ മണി മാർക്കറ്റും പ്രൊഡക്റ്റ് മാർക്കറ്റും ഇന്റർ കണക്റ്റഡ് ആണ്. ഇനിയിപ്പോ പ്രൊഡക്റ്റ് മാർക്കറ്റ് നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ സർവീസ് സെക്ടർ നോക്കുന്ന സമയത്താണ്, ഇൻഡസ്ട്രിയൽ സെക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറാണ്, എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ഇതിൽ ഒരു സെക്ടറിൽ കൺസംഷനും ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ടറിനും എന്ത് ചെയ്യും, അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇവിടെ ബേസിക്കലി നമ്മുടെ ഇൻകം കുറയാനുള്ള റീസൺ, നമ്മുടെ സേവിങ് കുറയാനുള്ള റീസൺ എന്തായിരുന്നു, നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്തു, ആദ്യം സേവ് ചെയ്തു, കൺസംഷൻ കുറച്ച് സേവ് ചെയ്തു കൂടുതലായിട്ട്. അതാണ് നമ്മുടെ സേവിങ്സിലേക്ക് ഫർദർ കുറവുണ്ടാവാനുള്ള റീസൺ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എപ്പോഴും പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് മോർ സേവിങ് ലീഡ്സ് ടു ദി ലെസ് സേവിങ്. ഈ ഒരു കോട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി കേട്ടോ. കൂടുതൽ നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് എന്തിൽ കാരണമാവും, അത് ലെസ്സർ സേവിങ്ങിലേക്ക് പോകുന്നുള്ളത് കാരണമാവും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, അപ്പൊ നമ്മൾ തീരെ സേവ് ചെയ്യണ്ടേന്ന്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൺസംഷൻ കുറച്ചിട്ട് സേവ് ചെയ്യരുത്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിന്റെ കേസാണ് ഞാൻ പറഞ്ഞല്ലേ, ഈ ഇൻഡിവിജ്വൽ തിങ്ക് ചെയ്യുന്ന പോലെയാണ് ഓരോ ഇൻഡിവിജ്വലും തിങ്ക് ചെയ്യുക. എല്ലാവരും ഒരുപോലെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാലോ, എല്ലാവരും സേവ് ചെയ്യുന്നത് കൂടി കഴിഞ്ഞാൽ എല്ലാ മേഖലയും പ്രൊഡക്ഷൻ കുറയും. എല്ലാ മേഖലയും പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻകം കുറയും, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ലെസർ സേവിംഗിലേക്ക് പോകും. അതാണ് ഒരു ഇൻഡിവിജ്വൽ എടുക്കുന്ന തീരുമാനം ഇക്കണോമി ആസ് എ വോളിൽ എന്ത് ചെയ്യും, ആളുകൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇക്കണോമി മൊത്തത്തിൽ എന്ത് ചെയ്യും, റിസഷനിലേക്ക് പോകും. അപ്പൊ മോർ സേവിങ് എന്തിന് കാരണമാവുന്നത്, ലെസർ സേവിംഗിലേക്ക് കാരണമാവും. അപ്പൊ ഇവിടെ നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് ഗോൾഡൻ റൂൾ ഓഫ് അക്യുമുലേഷൻ ബൈ എഡ്മണ്ട് ഫിലിപ്സ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം എപ്പോഴാണ്, നിങ്ങളുടെ കൺസംഷൻ മാക്സിമം ആവുന്ന സമയത്തായിരിക്കണം നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. അല്ല നിങ്ങൾ കൺസംഷൻ കുറച്ചിട്ട് സേവ് ചെയ്യാൻ നിൽക്കരുത്. കൺസംഷൻ കുറച്ച് സേവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, പ്രൊഡക്ഷൻ കുറയും. കൺസംഷൻ കുറയുമ്പോൾ പ്രൊഡക്ഷൻ കുറയും, എംപ്ലോയ്മെന്റ് കുറയും, ഇൻകം കുറയും, വീണ്ടും എന്ത് ചെയ്യും, സേവിങ്സ് കുറയാ ചെയ്യുക. നിങ്ങളുടെ കൺസംഷൻ മാക്സിമം ആവുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങാം. ഇത് കൊണ്ടുവന്നിട്ടുള്ള ആരാണ്, എഡ്മണ്ട് ഫിലിപ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഗോൾഡൻ റൂൾ ഓഫ് അക്യുമുലേഷനിലാണ് അദ്ദേഹം ഇതിന്റെ ഒരു സൊല്യൂഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. കാരണം നമുക്ക് ഇങ്ങനെ മാക്രോ ലെവലിൽ തിങ്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി. സോ നിങ്ങൾ ഇനിയിപ്പോൾ നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാണ്ടാവും. അപ്പോൾ കോളേജിൽ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറുകയാണെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലാണെങ്കിലും അവരുടെ ആഡ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂസിന് പോകും. നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താ വെച്ചാൽ, ചില കോളേജിൽ ചിലപ്പോൾ 35-40 പേരൊക്കെ ഉണ്ടാവും, ചില കോളേജിൽ ഒരു 5-10 പേരായിരിക്കും. എങ്ങനെ വെച്ചാൽ ഒരു 10 കൂടുതൽ നിങ്ങൾ അവിടെ ആളുകളെ എക്സ്പെക്ട് ചെയ്യണം. ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ
നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോട് ഏരിയ ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പൊ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ തവണ അല്ലെങ്കിൽ മൂന്നാമത്തെ തവണ ഇന്റർവ്യൂവിന് പോകുന്നെങ്കിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഏത് പേപ്പറാണ് പഠിപ്പിച്ചതെന്ന് ചോദിക്കും. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവാം. അപ്പൊ ഞാനൊക്കെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എനിക്ക് മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യനും ഈ ഒരു ഏരിയയിൽ നിന്ന് വരുത്തുന്നുണ്ട്. അതായത് എങ്ങനെയാണ് കെയ്ൻസ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, കെയ്ൻസ് കൺസംഷനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ സേവിങ്ങിനെ കുറിച്ച് കെയ്ൻസിന്റെ ഒപ്പീനിയൻ എന്തായിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു തിയറി വെച്ചിട്ട് നമുക്ക് വാദിക്കാൻ പറ്റും. കാരണം കെയ്ൻസ് പറഞ്ഞിട്ടുള്ള എന്താണ്, നിങ്ങൾ കൺസ്യൂം ചെയ്യാനാണ്. നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ മോർ സേവിംഗ് ലീഡ്സ് ദ ലെസ് സേവിംഗ്. ഇതാണ് പാരഡോക്സ് ത്രിഫ്റ്റ് തിയറിയിൽ കെയ്ൻസ് പറയുന്നത്. അപ്പം ഞാൻ എപ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് വലിയൊരു ഏരിയ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. കാരണം നമുക്ക് മാക്രോ എക്കണോമിക്സിൽ കെയ്ൻസിന്റെ മൊത്തം തോട്ടിനെ നമുക്ക് എന്ത് ചെയ്യും, ഒരൊറ്റ തിയറിയിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കെയ്ൻസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. കാരണം കെയ്ൻസ് ഒരിക്കലും പറയുന്നില്ല നമ്മൾ ഒരിക്കലും ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തില്ല എന്ന് കെയ്ൻസ് പറയുന്നില്ല. എന്നാൽ ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തില്ല. നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റിൽ എത്താത്തതിന്റെ റീസൺ നമ്മൾ ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഫുള്ളി എന്താണ് റിസോഴ്സ് ഒക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫുൾ എംപ്ലോയ്മെന്റിൽ എത്തുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മുടെ ഡിമാൻഡ് എപ്പോഴും കൂട്ടുക എന്നുള്ളതാണ് കെയ്ൻസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്, ഓഫ് കോഴ്സ് എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഓപ്ഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം കേട്ടോ. പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി എന്താണ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ജെ എം കെയ്ൻസ് ആണ് കേട്ടോ. ഇറ്റ് സ്റ്റേറ്റ് ദ പേഴ്സണൽ സേവിങ്, ഞാൻ പറഞ്ഞില്ലേ സ്വന്തമായിട്ടുള്ള സേവിങ്സ് എന്ത് ചെയ്യും, ഡിറ്റർമിൻ ദ ഓവറോൾ ഇക്കണോമിക് ഗ്രോത്തിലെ ഓരോരുത്തരും സേവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മൊത്തത്തിലുള്ള ഇക്കണോമിക് ഗ്രോത്തിനെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യില്ലേ. ഇറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ഗ്രോത്ത് ആൻഡ് ദി റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഈ ഒരു തിയറി പറയുന്നത് നമ്മുടെ ഒക്കുൻസ് ലോലാട്ടോ. ഔട്ട്പുട്ടും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നതാണ് ഒക്കുൻസ് ലോ ആണ്. അത് എന്തല്ല, നമ്മുടെ പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി അല്ല. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇത് പറയുന്നത് നമ്മുടെ ഫിഷർ എഫക്റ്റിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടില്ലേ, നമ്മൾ റിയൽ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോമിനൽ റേറ്റിൽ നിന്ന് എന്ത് ചെയ്യണം, ഇൻഫ്ലേഷൻ കുറയ്ക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ ഒരു ഫിഷർ എഫക്റ്റ് ആണ് ഈ ഒരു തിയറി പറയുന്നത് കേട്ടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിഷർ എഫക്റ്റ് ആണ് പറയുന്നത്. അടുത്ത, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ സേവിങ് ഡ്യൂറിങ്, അതായത് റിസഷന്റെ സമയത്ത് എന്താണ് ഓരോരുത്തരും സേവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. എന്താ സംഭവിക്കുക, നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്തെങ്കിലും കുറയില്ലേ. റിസഷന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല, നമ്മൾ കൂടുതൽ സേവ് ചെയ്യാണ്. നമ്മുടെ ഡിമാൻഡ് കുറയും, പ്രൊഡക്ഷൻ കുറയും, എംപ്ലോയ്മെന്റ് കുറയും അല്ലേ. മൊത്തത്തിൽ നമ്മൾ റിസഷനായിട്ട് മാറുന്നതിന് കാരണമാവും അല്ലേ. അപ്പൊ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എയും ബിയും അതുപോലെ തന്നെ ഇയും ആണ് ഇതിന്റെ കറക്റ്റ് ആൻസേഴ്സ്. സോ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. The concept of the paradox of thrift is closely associated with the John Maynard Keynes ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് ഗുഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ മേ ബി ഹാർംഫുൾ ഫോർ ദി ഇക്കണോമി ആസ് എ ഗുഡ്. ഒരാൾ എടുക്കുന്ന ഒരു തീരുമാനം എന്ത് ചെയ്യും, ഒരാൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഒരു തീരുമാനം എന്ത് ചെയ്യും, ഇക്കണോമിയെ മൊത്തത്തിൽ എഫക്ട് ചെയ്യും. ഇപ്പൊ ഞാനൊരു ഇത്ര രൂപ സേവ് ചെയ്ത് വെക്കാം, അത് എന്റെ ഭാവിക്ക് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമല്ലേ. വാട്ട് ഈസ് ഗുഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ, ഒരാൾക്ക് ഗുഡായി തോന്നുന്ന ഒരു കാര്യം എല്ലാവരും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇക്കണോമി ആസ് എ ഹോൾ എന്ത് ചെയ്യും, അത് ഹാർംഫുൾ ആയിട്ട് മാറും കേട്ടോ. അടുത്ത പറഞ്ഞ ഇറ്റ് സ്റ്റേറ്റ് ദ പേഴ്സണൽ സേവിങ്സ് ക്യാൻ ഡിറ്റർമിനൽ ടു ദി ഓവറോൾ ഇക്കണോമിക് ഗ്രോത്ത് അല്ലേ. ഇഫ് എവരി വൺ ട്രൈ ടു സേവ് മോർ അല്ലെ, പേഴ്സണൽ സേവിങ് എന്ത് ചെയ്യും, ഇക്കണോമി മൊത്തത്തിൽ എഫക്ട് ചെയ്യുന്ന പറയാം. കാരണം എന്താ, ഒരാൾ ചെയ്യുന്നത് ബാക്കി എല്ലാവരും അങ്ങനെ തിങ്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലോ ബേസിക്കലി എന്ത് ചെയ്യും, ഇക്കണോമിയുടെ ഗ്രോത്ത് മൊത്തത്തിൽ എന്ത് ചെയ്യും, കുറയുന്നതിന് കാരണമാവും. If everyone tries to save more, consumption falls, aggregate demand falls, output and the income falls. That excessive saving can reduce the economic growth. Economic growth കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ സേവിങ്സും കുറയും. ഇതല്ല നമ്മുടെ പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി പറയുന്നത്. അതായത് മോർ സേവിങ് ലീഡ്സ് ടു ദി ലെസ് സേവിങ് എന്നുള്ളതാണ് കേട്ടോ. അടുത്തായിട്ട് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ഗ്രോത്ത് ആൻഡ് ദി റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇത് പറയുന്നത് ഒക്കുൻസ് ലോ ആണ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ 1% നിങ്ങളുടെ അൺഎംപ്ലോയ്മെന്റിൽ എന്ത് ചെയ്യാണ്, കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ GDP എന്ത് ചെയ്യും, GDP അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, 2.5% കുറയുമെന്നാണ് പറയുന്നത്. 1% അൺഎംപ്ലോയ്മെന്റ് കൂടാണെങ്കിൽ 2.5% എന്ത് ചെയ്യും, നിങ്ങളുടെ GDP എന്ത് ചെയ്യും, GDP കുറയും അല്ലെങ്കിൽ ഔട്ട്പുട്ട് കുറയുമെന്നാണ് പറയുന്നത്. അതായത് അൺഎംപ്ലോയ്മെന്റ് 1% കൂടാണെങ്കിൽ GDP 2.5% കുറയും. അൺഎംപ്ലോയ്മെന്റ് 1% കുറയാണെങ്കിൽ GDP 2.5% എന്ത് ചെയ്യും, കൂടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഒക്കുൻസ് ലോ എക്സ്പ്ലെയിൻ ദ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ദി ഗ്രോത്ത് റേറ്റ് ഓഫ് റിയൽ ഔട്ട്പുട്ട് ആണ് പറയുന്നത്. അടുത്ത ഫിഷർ ഇക്വേഷൻ ആണ് പറയുന്നത്. ഫിഷർ ഇക്വേഷനിൽ എന്താണ് പറയുന്നത്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് ഇൻഫ്ലേഷൻ ആൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
നമുക്ക് നോമിനൽ റേറ്റ് ആണ് കിട്ടണമെങ്കിൽ അല്ലേ, നേരത്തെ നമ്മൾ റിയൽ റേറ്റ് വെച്ചിട്ടല്ല പറഞ്ഞത്. റിയൽ റേറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നോമിനൽ റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, നമ്മുടെ റിയൽ റേറ്റ് ആയിരിക്കും. ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും എന്ന് പറയുന്നുണ്ട് റിയൽ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നോമിനൽ റേറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ, ഐ എന്ന് പറയുന്നത് നോമിനൽ റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിയൽ റേറ്റിനോട് എന്ത് ചെയ്യും, നമ്മൾ ഇൻഫ്ലേഷൻ ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, നമ്മുടെ നോമിനൽ റേറ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഹയർ ഇൻഫ്ലേഷൻ ഈസ് ഹയർ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റും ലോവർ ഇൻഫ്ലേഷൻ എന്തായിരിക്കും, ലോവർ നോമിനൽ എന്തായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റും ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ ഹയർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആയിരിക്കും. കാരണം ഈ ഒരു വേരിയബിൾ ഹയർ ആവണം. ഇപ്പൊ ആദ്യം 10 ആയിരുന്നു, പിന്നീട് എന്താണ്, സോറി ഇത് റിയൽ അല്ലേ, സോറി ഈ ഒരു വേരിയബിൾ എന്താണ്, ഇതാണ് ഇൻഫ്ലേഷൻ കേട്ടോ. ഈ വേരിയബിൾ എന്താണ്, ആദ്യം 10 ആണെങ്കിൽ എന്തായിരിക്കും, നോമിനൽ എന്തായിരിക്കും, ആ 10ന്റെ കൂടെ എന്തായിരിക്കും, റിയൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് എന്തായാലും അത് 20 ആവുന്ന അല്ലെങ്കിൽ 200 ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ ഒരു നോമിനൽ എന്ത് ചെയ്യും, അതിന്റെ അത്രയും മടങ്ങ് എന്ത് ചെയ്യും, കൂടാണ് ചെയ്യുന്നത്. അപ്പം ഹയർ ഇൻഫ്ലേഷൻ റേറ്റ് എപ്പോഴും ഹയർ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിനോടും ലോവർ ഇൻഫ്ലേഷൻ എപ്പോഴും എന്തായിരിക്കും, ലോവർ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിനോടും ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 4%ഉം അതുപോലെ തന്നെ 60% ആണ് ഇൻഫ്ലേഷൻ റേറ്റ് റിയൽ എങ്കിൽ നോമിനൽ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, പരസ്പരം ആഡ് ചെയ്യുമ്പോൾ 10% ആയിട്ട് നമുക്ക്, ഇതിനാണ് നമ്മൾ ഫിഷർ എഫക്റ്റ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പറയുന്നത് ഫിഷർ എഫക്റ്റ് ആണ്. അത് പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി അല്ല. പാരഡോക്സ് ത്രിഫ്റ്റ് തിയറി എന്ന് പറയുമ്പോൾ എപ്പോഴും സേവിങ്സ്, കൺസംഷൻ, ഗെയിൻസ്, ഇൻഡിവിജ്വൽ ഹാബിറ്റ്സ് എന്ത് ചെയ്യുന്നു, ഇക്കണോമി ആസ് എ വോളിൽ എഫക്ട് ചെയ്യുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പാരഡോക്സ് ആണ്. നമ്മൾ സ്വന്തം ഇൻഡിവിജ്വൽ ഗുഡിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇക്കണോമിയിൽ എന്ത് ചെയ്യുന്നു, ഹാംഫുൾ ആയിട്ട് മാറുന്നു അല്ലേ. അതാണ് വാട്ട് ഈസ് ഗുഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. നമ്മൾ സ്വന്തം നല്ലതിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാംഫുൾ ഫോർ ദി ഇക്കണോമി ആസ് എ ഹോൾ കേട്ടോ. ഇനി എന്താണ് ഇതിൽ പറയുന്നുണ്ട്, ഇൻഫ്ലേഷൻ ഇൻക്രീസസ് ദ ലെൻഡർ ഡിമാൻഡ് ദ ഹയർ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്, ദ ബോറർ വില്ലിംഗ് ടു പേ ദ ഹയർ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ തന്നെ 9:30 ആയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇനി ഓവർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ചടപ്പ് വരും. അപ്പൊ ഇന്ന് എടുത്തിട്ടുള്ള ഓക്കെ ആണോ, ഇനി ഏതെങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ, ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ, ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തൊരു ക്ലാസ്സിൽ കുറച്ച് PYQs കൂടെ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ സഞ്ചരിക്കാത്ത പല ഏരിയയിലൂടെയും നമ്മൾ സഞ്ചരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സിലബസ് വരുന്ന സമയത്ത് സിലബസിലെ ടോപ്പിക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. പക്ഷെ ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓവറോൾ നമ്മളെ ബ്രെയിനൊക്കെ ഒന്ന് വർക്കിംഗ് ആവും. അതാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്നത്. കാരണം എനിക്ക് നെറ്റ് കിട്ടാനുള്ള ബേസിക് റീസൺ, ഞാൻ കുറേ PYQ ചെയ്തിട്ടുണ്ടായിരുന്നു. PYQ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പ്രിന്റ് വരെ എടുത്തിട്ട് ഞാൻ അത് സൂക്ഷിച്ചിട്ടുണ്ട്. കാരണം PYQ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം അതിലെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഒരു സമയത്ത് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ടോപ്പിക്കിന്റെ ഒരു പാരഗ്രാഫ് എടുത്തിട്ടൊക്കെ ഞാൻ ChatGPT ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്നൊരു 30-40 ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തരാൻ പറയും ChatGPT-നോട്. കാരണം എങ്ങനെയൊക്കെ ചോദിച്ചിട്ട്, അതായത് ആ ക്വസ്റ്റ്യനിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് ഒന്നും കൂടെ ക്ലിയർ ആവും. ചിലപ്പോൾ ആ കോൺസെപ്റ്റ് വായിച്ചു പോകുമ്പോൾ അതിന്റെ അത്രയും ഇൻഡെപ്ത് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സങ്കടമൊക്കെ വരും, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എനിക്ക് ഇത്ര അറിയില്ലല്ലോ എന്നുള്ളൊരു തോട്ടൊക്കെ വരും. പക്ഷേ ഇല്ലേ, നിങ്ങളത് ചെയ്ത് ഒരു മിഡിലൊരു ഒക്കെ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനാണ്. കാരണം ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം നമ്മൾ ആ സാധനം മറക്കൂല. ഓക്കെ, അപ്പം നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. റെക്കോർഡിങ്സ് ഒക്കെ കാണാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു ഓൾ.